ഓം കർപ്പണ്യദോഷോപഗതസ്വഭാവകപൃച്ഛാമിത്തം ധർമ്മസുമൂഢചേതക ശ്രേയസ്യാനിശ്ചിതം രോഹിതന്മേ ശിഷ്യസ്തേഹം ശാതിമാം താം പ്രപന്നം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ. എല്ലാ സജ്ജനങ്ങൾക്കും ഗുരുവായൂരപ്പൻ്റെ നാമത്തിൽ സാഷ്ടാംഗ പ്രണാമം. ഇന്നലെ നമ്മൾ ഗീതാമഹാത്മ്യം പഠിച്ചോ? ഞാൻ പഠിച്ചു, നിങ്ങൾ പഠിച്ചോ? പിന്നെ ഇന്ന് ഗീതാധ്യാനത്തിലെ 9 ശ്ലോകങ്ങളാണ് നമുക്ക് ഇന്ന് പഠിക്കേണ്ടത്. ഗീതാധ്യാനം എല്ലാവരും ചൊല്ലാൻ തന്നെ പഠിച്ചിട്ടുണ്ടാവും. എന്നാലും അതിൻ്റെ അർത്ഥം, വാക്യാർത്ഥത്തിനുപരി അതിൻ്റെ ചില രഹസ്യങ്ങളുണ്ട്. ആ രഹസ്യങ്ങളാണ് നമുക്ക് യഥാർത്ഥത്തിൽ തിരിച്ചറിയേണ്ടത്. അതിന് എന്താ പ്രമാണം എന്ന് ചോദിച്ചാൽ, പ്രമാണം എന്നൊന്നും പറയാൻ നമുക്ക് തെളിവൊന്നുമില്ല. അത് അവരവർക്ക് ദർശിക്കുന്നതാണ്. ഓരോ മന്ത്രത്തിൽ നിന്ന് നമുക്ക് ആ ധർമ്മത്തിന്റെ രഹസ്യം എന്താണെന്ന് അവരവര് ഗീതാമഹാത്മ്യം തന്നെ പഠിച്ചത് അത് യുക്തിസഹജമായിട്ട് നമ്മുടെ പ്രാരാബ്ധങ്ങൾക്കനുസരിച്ചുകൊണ്ട് ഗീതാ ധ്യാനം ചെയ്യാൻ പറഞ്ഞ അതുകൊണ്ടാണ്, വിചാരം ചെയ്യാൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശം അതാണ്. അവരവരുടെ പ്രാരാബ്ധം അനുസരിച്ചുകൊണ്ട് ഗീതാശാസ്ത്രത്തെ എങ്ങനെ നമുക്ക് നമ്മുടെ സ്വഭാവത്തിൽ ഉപയോഗിക്കാൻ സാധിക്കും, അതായിരിക്കും നിങ്ങൾക്ക് അച്ചീവ്മെൻ്റ് ആയിട്ട് മാറുക. നിങ്ങളുടെ പ്രാരാബ്ധങ്ങൾ ഈ പറഞ്ഞ പ്രാരാബ്ധങ്ങളാണെങ്കിൽ തന്നെ 3 തരത്തിലുള്ള ദുഃഖങ്ങളും 3 തരത്തിലുള്ള ബന്ധനങ്ങളും എന്ന് പറയുന്നത് എല്ലാവർക്കും കോമൺ ആയിട്ട് പറയുന്ന, പക്ഷേ അത് അവരവർക്ക് അനുഭവത്തിൽ വരുമ്പം വ്യത്യസ്തമായിട്ടുള്ള രീതിയിലായിരിക്കും. ഇപ്പൊ രോഗങ്ങൾ തന്നെ വ്യത്യസ്തമായിട്ട് ഓരോരുത്തരുടെയും ശരീരം പൂർവ്വജന്മ കർമ്മബന്ധനം അനുസരിച്ചുകൊണ്ട് വ്യത്യസ്തമായ രോഗങ്ങൾ വരാം. അപ്പം അത് യുക്തിസഹജമായിട്ട് അതിൽ നിന്നൊക്കെ മോചനം നേടണമെങ്കിൽ ഗീതാ മഹാത്മ്യത്തെ തന്നെ നമ്മൾ അവരവരുടെ യുക്തിസഹജമായിട്ട് മനസ്സിലാക്കിയിട്ട് അത് ഗീതാശാസ്ത്രത്തിലേക്ക് വരുമ്പം ഗീതാ ധ്യാനം ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ആ ധ്യാനം ചെയ്യുമ്പോഴാണ് അത് യുക്തിസഹജമായിട്ട് എങ്ങനെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും എന്ന് കണ്ടെത്തുക. എൻ്റെ സ്വഭാവം അനുസരിച്ചും ഗീതാശാസ്ത്രം എങ്ങനെ ശാസ്ത്ര വ്യവസ്ഥയിൽ കൊണ്ടുവരണം എന്നുള്ളത് ഞാൻ പഠിച്ചുപയോഗിക്കാൻ തുടങ്ങിയപ്പോഴാണ് എനിക്ക് കർമ്മബന്ധനങ്ങളൊന്നും ഇല്ലാതെ വന്നത്. ഇപ്പം കർമ്മബന്ധനങ്ങളൊന്നുമില്ല. ഏത് സമയവും വീണു പോയാലും നമുക്ക് പ്രശ്നമൊന്നുമില്ല, ഒരു പ്രാരാബ്ധവും ഇല്ല. ഇത് പ്രാരാബ്ധമൊന്നുമില്ല, ഇത് ബാക്കി വെച്ചാലും പ്രശ്നമില്ല. അത് ഇപ്പം എത്രണ്ട് തീരണോ അത്രയും ഭഗവാൻ നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ അതുവരെ നടക്കുള്ളൂ. അപ്പം അതുകൊണ്ട് അങ്ങനെ എന്താ പറഞ്ഞാൽ ഇത് മുഴുവൻ തീർത്തിട്ടേ പോകാവുള്ളൂ എന്ന് നമ്മൾ ശപഥം ചെയ്തിരുന്നാലും കാര്യമൊന്നുമില്ല. കാരണം എപ്പം നമ്മുടെ സമയം കീർന്നോ അപ്പം ശരീരം ഇട്ടിട്ട് പോകേണ്ടി വരും. അപ്പോൾ സ്വഭാവം അനുസരിച്ചുകൊണ്ട് കർമ്മബന്ധനങ്ങളെ കർമ്മശുദ്ധി വരുത്തേണ്ടത് അവരവരുടെ യുക്തിക്ക് അനുസരിച്ചായിരിക്കണം എന്നർത്ഥം. അതാണ് തുടക്കം തന്നെ ഇവിടെ ഗീതാധ്യാനത്തിൽ പറയുന്നത്. പാർത്ഥായ പ്രതിബോധിത എന്ന് പറഞ്ഞത് പ്രാർത്ഥന്റെ സ്വഭാവം അനുസരിച്ചുകൊണ്ട് പ്രതിബോധിതാം. ഇങ്ങനെ നമ്മൾ ഓരോരുത്തരുടെയും നമ്മുടെ പേര് ചേർത്താൽ നമ്മളെ പ്രതിബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഗീതാശാസ്ത്രം പറയുന്നത്. അത് ധ്യാനിക്കണം. അതാണ് ഇവിടെ തുടക്കം തന്നെ തുടങ്ങുക. പാർത്ഥായ പ്രതിബോധിതാം ഭഗവതാ നാരായണേന സ്വയം വ്യാസേന ഗ്രഥിതാം പുരാണമുനിനാം മധ്യേ മഹാഭാരതം അദ്വൈതാമൃതവർഷിണീം ഭഗവതീം അഷ്ടാദശാധ്യായനീം അമ്പത്വാം അനുസന്ധതാമി ഭഗവത്ഗീതേ ഭവതേശിനി. ഇവിടെ ആ പാർത്ഥായ എന്നുള്ളത് നമ്മൾ കോമൺ ആയിട്ട് ചിന്തിക്കുകയാണെങ്കിൽ മനുഷ്യായ പ്രതിബോധിതാം ഭഗവതാ നാരായണേന സ്വയം വ്യാസേന ഗ്രഥിതാം എന്ന് തിരുത്തണം. കാരണം എല്ലാ മനുഷ്യരെയും പ്രതിബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. കേവലം ആ പാർത്ഥൻ എന്ന ഒരു മനുഷ്യനെ മാത്രം പ്രതിബോധിപ്പിക്കാനല്ല. ഇല്ലെങ്കിൽ നമ്മൾ ഇൻഡിവിജ്വലായി അവരവരുടെ പേര് ചേർക്കണം. പാർത്ഥൻ എന്ന് പറഞ്ഞത് അവരവരുടെ പേര് ചേർത്തോളൂ, അപ്പൊ പ്രതിബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാ പറഞ്ഞത്. അത് എന്താ പ്രതിബോധിപ്പിക്കുക? എന്താണ് വിഷയം? എന്താ? ഭഗവാൻ തന്നെ ആരാ പറഞ്ഞത്? പ്രതിബോധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള വിഷയം നമ്മുടെ മുമ്പിൽ ആരാ പറഞ്ഞത്? മനുഷ്യായ പ്രതിബോധിതാം ഭഗവതാ നാരായണേന സ്വയം വ്യാസേന. അതായത് നാരായണൻ തന്നെ വ്യാസനായിട്ട് അവതരിച്ചു. ഇപ്പൊ നമ്മൾ കൂടുതൽ ചിന്തിക്കാൻ പോയി കഴിഞ്ഞാൽ ഈ തർക്കവിതർക്കങ്ങൾ ഈ വ്യാസന്റെ കാര്യത്തിലുണ്ട്. എത്ര വ്യാസന്മാര് അനേകം ഉണ്ടെന്ന് പറയുന്നുണ്ട് ചിലര്. മനസ്സിലായില്ലേ?
ഉണ്ടല്ലോ. നാരായണൻ തന്നെ എത്ര പ്രാവശ്യം ഏതൊക്കെ രൂപത്തിലും നാമത്തിലും അവതരിച്ചപ്പോ നാരായണൻ തന്നെ വ്യാസനായിട്ട് അവതരിച്ചിട്ടുണ്ടെങ്കിൽ പലതായിട്ടും അവതരിച്ചിട്ടുണ്ടാകാം. ഇതൊക്കെ നമ്മൾ കണക്ക് വെച്ചിട്ട് അത് തർക്കിക്കാൻ എന്തിനാ പോണത്? എന്തായാലും നമ്മുടെ മുമ്പില് നാരായണൻ തന്നെ ഒരു വ്യാസനാണ് ഇത് നമ്മുടെ മുമ്പിൽ പ്രതിബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞേക്കണം. നമുക്ക് പ്രതിബോധിതം ഉണ്ടായോ? ഇത്ര മാത്രമേ ചിന്തിക്കണ്ടു. നമ്മൾ അത് എങ്ങനെ ഉപയോഗിക്കുന്നു? ഞാൻ ഈ പഴയ ചരിത്രമൊക്കെ അന്വേഷിച്ച് നടക്കുന്നവരോട്, നിങ്ങൾ ഈ ചരിത്രമൊക്കെ അന്വേഷിച്ച് വെറുതെ ജീവിതം വേസ്റ്റ് ആക്കിയിട്ട് എന്താ കാര്യം? ഇപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണു? ചില ആൾക്കാർ ചരിത്രം കയ്യിലുണ്ട്, അതിന്റെ താളിയോലകളും വലിയ അതുപോലുള്ള ഗ്രന്ഥങ്ങളും കയ്യിലുണ്ട്. അത് അവനവൻ തന്നെ പഠിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ആരെങ്കിലും അത് ചോദിച്ച് ചെന്നാൽ എടുത്തു കൊടുക്കൂല. ഞാൻ ഒന്ന് വായിച്ചോട്ടെ എന്ന് വിചാരിക്കണ്ടേ? അവനവനും പഠിച്ചിട്ടില്ല. അതെന്തോ വലിയ നിധി പോലെ സൂക്ഷിച്ച് പൂട്ടിക്കെട്ടി വെച്ചിരിക്കുക. അപ്പൊ ഇതിന്റെ പിന്നാലെ ഒന്നും പോണ്ട. നമ്മളിപ്പോ പ്രസന്റ് കണ്ടീഷനിൽ നമ്മളിപ്പോ ജീവിച്ചിരിക്കുന്നുണ്ടല്ലോ, ഈ ശരീരത്തോട് ഇരിക്കുമ്പം നമ്മൾ പ്രതിബോധിക്കണം എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വലി അവരവരുടെ ആത്മബോധത്തെ പ്രതിബോധമുണ്ടാക്കണം എന്നാണ്. അതാണ് ഉദ്ദേശം. അതിന് നാരായണൻ വ്യാസനായിട്ട് അവതരിച്ച് എന്താ ചെയ്തത്? ഗ്രഥിതാം പുരാണ മുനിനാം. ആ ശ്ലോകം തന്നെ വായിച്ചാൽ നിങ്ങൾക്ക് അതിന്റെ അർത്ഥം മനസ്സിലാവും. ഗ്രഥിതാം പുരാണ മുനിനാം മധ്യേ മഹാഭാരതം. മഹാഭാരതത്തിന്റെ മധ്യത്തിൽ നാരായണൻ തന്നെ വ്യാസനായിട്ട് അവതരിച്ച് എന്താ അവിടെ പറഞ്ഞത്? നമ്മൾ ഏത് പ്രതിബോധത്തിലേക്കാ വരേണ്ടത്? അദ്വൈതാമൃതവർഷിണി. ഗീത പഠിക്കുന്നതിന്റെ ഉദ്ദേശ ലക്ഷ്യം എന്താ? അദ്വൈതാമൃതവർഷിണി. ഞാനും എൻ്റെ എന്നുള്ളത് ആദ്യം പോണം, പിന്നെ ഞാനും നീയും എന്നുള്ള പോണം. ഈ രണ്ടെന്നുള്ള ഭാവമുണ്ട്, ഈശ്വരനും ഞാനും വേറെ എന്നുള്ളത്. ഈ രണ്ട് ദ്വൈതഭാവത്തെ ജയിക്കണം. അപ്പോഴേ നിങ്ങൾ യഥാർത്ഥ ആത്മബോധമുള്ളവനാകും. അപ്പോൾ ഈ 18 അധ്യായത്തിലൂടെ മഹാഭാരത മധ്യത്തിൽ അദ്വൈതാമൃത വർഷിണിയും ഭഗവതിയും അഷ്ടാദശാധ്യായന്. ആ 18 അധ്യായത്തിലൂടെ പറഞ്ഞത് എന്താ? അദ്വൈതാമൃത വർഷിണിയും. ആ അദ്വൈതാമൃത വർഷിണിയായിരിക്കുന്ന മാതാവിനെ മാതാവായി കാണണം. എന്തിനെ? ഗീതാശാസ്ത്രത്തെ മാതൃഭാഷയായി കാണണം. നമ്മൾ ഗീതാമഹാത്മ്യത്തിൽ പഠിച്ചതാണ്, ഗീതാമേ പരമാവിദ്യ ബ്രഹ്മരൂപന സംശയ. ഇത് ഭഗവാന്റെ തന്നെ സ്വരൂപമാണ്. അതിൻ്റെ ഉദ്ദേശം എന്താ? അദ്വൈതാമൃതവർഷിണി. ഈ രണ്ട് ആയിട്ട് എത്ര നാൾ നിങ്ങൾ കാണുന്നോ, ഞാനെന്നും എൻ്റെന്നും, ഞാനും നീയും എൻ്റെ നിൻ്റെ, ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നോടത്തെ കാലം നിങ്ങൾക്ക് ഈശ്വര സാക്ഷാത്കാരം സാധ്യമാവില്ല. ഞാൻ വേറെ ഈശ്വരൻ വേറെ എന്ന് കണക്കാക്കിയാൽ എന്ന് വരെ ആ ബോധം ഇല്ലാതെയാക്കുന്നു, ഞാനും ഈശ്വരനും ഒന്നാണെന്നുള്ളത് എന്ന് ബോധ്യം വരുന്നു, അപ്പോൾ മാത്രമേ ഈശ്വര സാക്ഷാത്കാരം സാധിക്കൂ. അതാണ് ഏറ്റവും വലിയ ബോധം. ഞാൻ എന്ന ആ ബോധം നമ്മളിലുണ്ടെങ്കിൽ അത് ബ്രഹ്മം തന്നെയാണ് എന്നുള്ള ബോധം ഉറക്കണം. അഹം ബ്രഹ്മാസ്മി. അതാണ് അദ്വൈതം. ഹിന്ദു എന്ന വാക്ക് തിരിച്ചിട്ടാൽ എന്താ അർത്ഥം വരിക? ആരും പറഞ്ഞു കേട്ടിട്ടുണ്ടാവില്ല. നിങ്ങളെല്ലാവരും ഹിന്ദു മതമാണെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുക. ഞാൻ മതമായിട്ടല്ല കണക്കാക്കണേ. ഹിന്ദുത്വം എന്ന് പറയുന്നത് ട്രഡീഷനാണ്, സനാതനമായിരിക്കുന്ന ധർമ്മമാണ്. അത് വാക്കൊന്നും ആ പദമൊന്നും തിരിച്ചിട്ടാൽ മതി. എന്താ അർത്ഥം വരണമെങ്കിൽ? ദ്വന്ദ്വഹി എന്ന പദം തിരിച്ചാൽ ഹിന്ദുവായി അല്ലേ? ദ്വന്ദ്വഹി എന്ന് പറഞ്ഞാൽ എന്താ? രണ്ടില്ല. ദ്വന്ദ്വം എന്ന് പറഞ്ഞാൽ രണ്ട്, ഹി എന്ന് പറഞ്ഞാൽ ഇല്ല, രണ്ടില്ല. അത് തന്നെ അദ്വൈതാമൃത വർഷിണി. ഹിന്ദുത്വത്തിന്റെ ഉദ്ദേശം എന്താ? രണ്ടില്ല എന്ന് പഠിപ്പിക്കുന്നതാണ്, അല്ലാതെ ഒരു മതമൊന്നുമല്ല. മതം എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താന്ന് ഭഗവാൻ തന്നെ കർമ്മയോഗത്തിൽ പറഞ്ഞല്ലോ. മേ മതമിതം നിത്യം അനുനിഷ്ഠം തിവാനവ. മതം എന്ന വാക്കിന്റെ അർത്ഥം എന്താ? അത് ജാതി മതമൊന്നുമല്ല, അഭിപ്രായം എന്ന അർത്ഥമുള്ളൂ. ക്രിസ്തു എന്തൊക്കെ പറഞ്ഞു? ക്രിസ്തുവിന്റെ അഭിപ്രായം പറഞ്ഞു. ക്രിസ്തുവിന്റെ പിന്നാലെ കുറെ പേര് പോയി. മുഹമ്മദ് നബി എന്തൊക്കെ പറഞ്ഞു? അതിന്റെ പിന്നാലെ അഭിപ്രായം പറഞ്ഞതാ. അവരുടെ കണ്ടെത്തലുകൾ അവർ പറഞ്ഞു, അതിന്റെ പിന്നാലെ കുറെ പേര് അതൊരു എന്താ പറഞ്ഞേ, അതൊരു ട്രഡീഷനാക്കി, സെപ്പറേറ്റ് മതമാക്കി, ജാതിയാക്കി, എന്നിട്ട് തമ്മിൽ തല്ലിക്കൊണ്ടിരിക്കുക. അതിൽ തന്നെ എത്ര ഗ്രൂപ്പാ? ബുദ്ധൻ ഒരു മതം ഉണ്ടാക്കി, ബുദ്ധന്റെ അഭിപ്രായം പറഞ്ഞു, ബുദ്ധന്റെ പിന്നാലെ കുറെ. ജൈനൻ ഒരു മതം ഉണ്ടാക്കി, അതിന്റെ പിന്നാലെ കുറെ പേര്.
ഇതൊന്നും ഈശ്വരന്റെ സൃഷ്ടിയല്ല. എന്നാ ഈ മഹാത്മാക്കൾ പറഞ്ഞതൊക്കെ ഈ ഗീതാശാസ്ത്രം തന്നെയാ. നമ്മൾ സൂര്യന് പ്രാധാന്യം കൊടുത്തു, ഒരു കൂട്ടർ ചന്ദ്രന് പ്രാധാന്യം കൊടുത്തു. അവരുടെ അഭിപ്രായം അതാ, അത്രേ ഉള്ളൂ. ആരെ കണ്ടാൽ ചന്ദ്രനും ഒരേ ശക്തിയുടെ 2 കണ്ണുകളാണ് ചന്ദ്രനും സൂര്യനും. അത് പഠിപ്പിക്കുന്ന ഹിന്ദു ധർമ്മത്തിലാ. അപ്പൊ അദ്വൈതാമൃത വർഷിണിയാണ് ഗീതാശാസ്ത്രം. ഗീത പഠിക്കുന്നതിന്റെ ഉദ്ദേശം എന്താ? 2 ഇല്ലാതെ ആകണം. 2 ഇല്ലാതെ ആയില്ലെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് ഈശ്വര സാക്ഷാത്കാരം സാധ്യമല്ല. അപ്പൊ അതുകൊണ്ട് ഭഗവാൻ നാരായണൻ തന്നെ അർജുനെ നേരിട്ട് ഉപദേശിച്ചതും പുരാണമുനിയായിരിക്കുന്ന വ്യാസൻ, അതായത് മഹാഭാരതം എന്ന ഇതിഹാസത്തിന്റെ മധ്യത്തിൽ കോർത്തും ചേർത്തും അദ്വൈതാമൃതത്തെ വർഷിക്കുന്നതും 18 അധ്യായങ്ങളോട് കൂടിയതും സംസാര ദുഃഖനാശിനി, അതാണ് പ്രാരാബ്ധനാശിനി. ഇല്ലെങ്കിൽ സംസാര ദുഃഖത്തിന് കാരണം എന്തൊക്കെയാ? ബന്ധനത്രയങ്ങളും ദുഃഖത്തിന് കാരണ, ദുഃഖത്രയങ്ങളും ബന്ധനത്തിന് കാരണ അല്ലേ? നമ്മുടെ ബന്ധുക്കളല്ലേ നമുക്ക് എന്തെങ്കിലും അസുഖം വന്നാൽ ഈ കോൺട്രിബ്യൂട്ടറി റെസ്പോൺസിബിലിറ്റി കൊണ്ടാ നിങ്ങളെ നോക്കാൻ നിൽക്കേണ്ടി വരിക. കിടക്കുന്ന ആൾക്കും ഇന്ന ആൾ നോക്കണം എന്ന് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് കടമാക്കേണ്ടി നോക്കാൻ വരേണ്ടി വരും. അത് ചിലപ്പോൾ ഹോം നേഴ്സിന്റെ രൂപത്തിൽ വരുന്നതാണെങ്കിലും കോൺട്രിബ്യൂട്ടറി റെസ്പോൺസിബിലിറ്റി ആ ഹോം നേഴ്സിനും ഉണ്ടാകും. എന്തിന്റെ പേരിലാണെങ്കിലും നിങ്ങളെ സേവിക്കാൻ ഡ്യൂട്ടി ഉണ്ടോ വന്ന് പറ്റൂ. അതൊക്കെ സംസാര ബന്ധന. നമുക്ക് വീട്ടിൽ ഒരാൾക്ക് അസുഖം വന്നാൽ മതി, അതിന്റെ നെഗറ്റീവ് എനർജി ബാക്കിയുള്ളവരെ എങ്ങനെ ബാധിക്കാറില്ലേ? ഞാൻ പറഞ്ഞില്ലേ നെഗറ്റീവ് എനർജി മാറുന്നു. വിഷുവിൻ്റെ അന്ന് വിഷുക്കണി വെച്ച ആള് ശരീരത്തിന് ഇട്ടിരുന്ന ഡ്രസ്സിന് തീ പിടിച്ചു. എന്നിട്ട് ഇന്നലെതാ രാവിലെ തന്നെ ഞാൻ ഗ്ലാസ് ചവിട്ടി പൊട്ടിച്ചു എന്ന് പറഞ്ഞു. അതൊക്കെ ലക്ഷണ ഫലമായിരുന്നു. എന്തോ ഒരു നെഗറ്റീവ് ന്യൂസ് വരുന്നതിന്റെ ലക്ഷണമായിരുന്നു എന്നർത്ഥം. ഉച്ചയായപ്പോഴത്തേനും വന്നു, ആള് മരിച്ചു. ഇപ്പൊ ഈ പ്രാരാബ്ധം എന്ന് പറയുന്നത് ഏതൊക്കെ തരത്തിൽ, അതാണ് ഈ കോർത്തും ചേർത്തും എങ്ങനെയാണ് വ്യാസൻ ഇത് ഈ ഗീതാശാസ്ത്രത്തിനെല്ലാം മഹാഭാരതത്തിന് തന്നെ രൂപം നൽകിയിരിക്കുന്നതും അതിൽ അത്യുത്തമമായിട്ട് ആ എന്താ പറഞ്ഞേ ഗീതാശാസ്ത്രം ഭീഷ്മപർവത്തിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ശരിക്കും ഗീതാശാസ്ത്രം 25 അധ്യായത്തിലാണ്, അതിൽ 18 അധ്യായമാണ് സെലക്റ്റഡ് ആയിട്ട് നമുക്ക് പഠിക്കാൻ തന്നിട്ടുള്ളൂ എന്നർത്ഥം. അതാണ് അദ്വൈതാമൃതവർഷിണി എന്ന് പറയുന്നത്. ആ അദ്വൈത എങ്ങനെയൊക്കെ കോർത്തും ചേർത്തും എങ്ങനെയൊക്കെയാണ് ഊടും പാവും ചേർത്ത അദ്വൈത ആ തത്വത്തെ വർഷിക്കുന്നതും 18 അധ്യായങ്ങളോടെ കൂടിയതും സംസാര ദുഃഖനാശിനി. നമ്മളെ ഈ താപത്രയങ്ങളും ബന്ധനത്രയങ്ങളും ഒക്കെ ഇല്ലാതെ വരും. ഗീതാശാസ്ത്രം ശരിക്കും പഠിച്ചാൽ മാത്രം പോരാ, അത് പ്രായോഗിക തലത്തിൽ നമ്മൾ ഉപയോഗിക്കുക വേണം. അപ്പോഴാണ് ദുഃഖനാശം വരും. അല്ലാതെ പിന്നെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ അറിഞ്ഞോ അറിയാതോ ഗീതാശാസ്ത്രം ഗീതാ പുസ്തകം കയ്യിലെടുത്ത്, ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഒരു ഗീതാ പുസ്തകം ഗിഫ്റ്റ് കൊടുത്തിട്ട് തട്ടിന്റെ മുകളിൽ ഉപേക്ഷിച്ച ആളുടെ ഗതി എന്തായിരുന്നു? അവസാനം തട്ടിന്റെ മുകളിൽ നിന്ന് തെരഞ്ഞും പിടിച്ചെടുത്തോണ്ട് വന്ന് ആ കുടുംബത്തിൽ വെച്ചുകൊണ്ട് ഒരു ഗീതാ സപ്താഹം നടത്തേണ്ടി വന്നു അദ്ദേഹത്തിന്. ഏത് തരത്തിലായാലും നിങ്ങളുടെ കയ്യിൽ ഗീതാ തത്വത്തിന്റെ ഒരു സ്റ്റോക്ക് എഴുതിയ കടലാസ് കിട്ടിയാലും മതി, അത് നിങ്ങളെ ഭാവിയിൽ മാറ്റം വരുത്തും. ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ അടുത്ത ബന്ധു എനിക്ക് കത്തുകൾ എഴുതുമ്പോൾ ഒരു ശ്ലോകം എഴുതിയിട്ട് ആ കത്ത് അവസാനിപ്പിക്കാറുണ്ട്. അന്ന് ഞാനത് ശ്രദ്ധിച്ചിട്ടില്ല, പക്ഷെ ഞാനൊരു ഗീതാകാരനായപ്പോഴാണ് അതിൻ്റെ മഹത്വം. അതാണ് ധ്യായതോ സ്വല്പം അഭ്യസ്യ ധർമ്മസ്യ ത്രായതോ മഹതോ ഭയ എന്ന് പറഞ്ഞു. ഇത് മാത്രമൊന്നുമില്ല, പല സ്ഥലത്തും എനിക്കത് അനുഭവത്തിൽ വന്നിട്ടുണ്ട്. എനിക്കൊരു പാസ്പോർട്ട് വന്നിട്ടേ പോലീസുകാരൻ വെരിഫിക്കേഷന് വന്നപ്പോൾ ഞാൻ സ്ഥലത്തില്ല. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ സ്ഥലത്തെത്തിയിട്ട് അദ്ദേഹത്തിൻ്റെ നമ്പർ വീട്ടിൽ കൊടുത്തിട്ടാണ് പോയത്. ഞാൻ അദ്ദേഹത്തെ വിളിച്ചു, എന്നിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്നു. പാസ്പോർട്ട് വെരിഫിക്കേഷന് വേണ്ടിയിട്ട് വന്ന എന്നോട് ചെല്ലാൻ പറഞ്ഞു, അങ്ങോട്ട് ചെല്ലാൻ ചെന്നു. അവിടെ ചെന്നപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, ഞാൻ ആദ്യമായിട്ടാട്ടോ പോലീസ് സ്റ്റേഷൻകാരനെ, അതിനൊന്നും ഇട വന്നിട്ടില്ല. അദ്ദേഹം ഏതായാലും ഇരുന്ന് ബഹുമാനിച്ച് ഇരുത്തി. അത് കഴിഞ്ഞ് എന്നെ കണ്ടപ്പോൾ തന്നെ അദ്ദേഹത്തിന് മനസ്സിലായി ഇദ്ദേഹം ഒരു ആധ്യാത്മിക ആചാര്യൻ തന്നെയാണെന്നുള്ളത്. എന്നിട്ട് സംസാരിച്ച് അവസാനം അദ്ദേഹം എനിക്ക് പാസ്പോർട്ട് വെരിഫിക്കേഷനൊക്കെ കഴിഞ്ഞിട്ട് പറഞ്ഞു,
ഞാൻ ഗീത പ്രചരിപ്പിക്കുന്ന ആളാന്ന് പറഞ്ഞപ്പം 15-ാം അധ്യായത്തിലെ 2-3 ശ്ലോകം എന്നെ ചൊല്ലി കേൾപ്പിച്ചു. ഞാൻ പത്തിരിപ്പാറ സ്കൂളിലാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അവിടെ അടുത്തൊരു ആശ്രമം ഉണ്ടായിരുന്നു. അവിടെ ഗീതാ ക്ലാസ്സിന് പോയിട്ട് ഈ 15-ാം അധ്യായം കാണാൻ പഠിച്ചിട്ടുണ്ട്. ഞാൻ എന്നിട്ട് അദ്ദേഹത്തിന് ഒരു ഗീതാ പുസ്തകം, എൻ്റെ ബാഗിൽ എപ്പോഴും ഒരു പുസ്തകമെങ്കിലും ഉണ്ടാകും, അതെടുത്ത് ഗിഫ്റ്റായിട്ട് കൊടുത്തു. അപ്പൊ ഗീതാ പുസ്തകം കൊടുത്തിട്ട് പാസ്പോർട്ട് വെരിഫിക്കേഷൻ കഴിഞ്ഞു. ഇതുപോലെ ബാങ്കിൽ പോയിട്ട് അനുഭവമുണ്ട്. ബാങ്ക് മാനേജർ, കോയമ്പത്തൂരുകാരിയായിരുന്നു മാനേജറായിട്ടിരുന്നത്. ഞാൻ മകൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ടാണ് ബാങ്കിൽ പോയത്. അപ്പോൾ അവിടെ ചെന്നപ്പോഴും ഇത് തന്നെ അനുഭവം. അപ്പോൾ ഈ ഗീതാശാസ്ത്രം എവിടെയൊക്കെ ഏതൊക്കെ തരത്തിലാണ് നമുക്ക് ക്ലിക്കാകുക എന്നുള്ളത് നോക്കുള്ളൂ. അത് അദ്വൈതാമൃത വിഷയം രണ്ടെന്നുള്ള ഭാവത്തെ നമ്മളെ ഇല്ലാതെയാക്കും. ഗീത പഠിച്ചാൽ അവരുടെ ചിന്തയും വാക്കും ഒന്നായി മാറും. അതാണ് അദ്വൈതാമൃത വർഷിണി. അവിടെ രണ്ടെന്നുള്ള ഭാവമില്ല. അതുകൊണ്ടാണ് ഗീത കുറച്ചെങ്കിലും ഉള്ളിൽ കിടക്കുന്നത് കൊണ്ടാണ് അങ്ങനെ ഒരാളെ കണ്ടപ്പോൾ തിരിച്ചറിയാൻ സാധിക്കുന്നതും എന്ത് കാര്യവും സാധിക്കാൻ പോയി കഴിഞ്ഞാൽ അവിടെ തന്മയി ഭാവം വരുന്നത്. അപ്പം പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് അവരോട് പ്രത്യേകം പറയുമെന്നുമുണ്ട. എന്തിനാ വന്നതെന്നും പറയേണ്ട ആവശ്യമില്ല. അവർ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം ചെയ്ത് നമ്മളെ സന്തോഷിപ്പിച്ചേ വിടുള്ളൂ. നമ്മൾ യാതൊരു സംശയമില്ല, അത്രമാത്രം എഫക്റ്റീവാണ്. ഇത് അനുഭവിച്ചറിഞ്ഞാൽ തന്നെ മനസ്സിലാവും. ഞാനിപ്പോൾ എൻ്റെ അനുഭവം പറഞ്ഞു, ഇതുപോലെ നിങ്ങൾക്ക് അനുഭവങ്ങൾ ഉണ്ടാകണം. ഈ ഒരു ശ്രേഷ്ഠത ഗീതാശാസ്ത്രം പഠിച്ചിട്ടുള്ള അനുഭവം ബാക്കി ഏത് ശാസ്ത്രം പഠിച്ചാലും ഏത് പുരാണം പഠിച്ചാലും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല. കാരണം ഈ അദ്വൈത ഭാഗവതമൊക്കെ പഠിച്ചാൽ ഈ കഥകളുടെ ഒരു പരമ്പര തന്നെയാണ്. നിങ്ങൾ ഈ കഥയിൽ കുടുങ്ങിയാൽ അദ്വൈതാമൃത വർഷണം ഇങ്ങനെ ആവണേ. അവിടെയും പറയുന്നുണ്ട്, ഈ ഉദ്ധവോപദേശത്തിലൊക്കെ ഇതേ കാര്യങ്ങൾ തന്നെ പറയുന്നുണ്ട്. പക്ഷേ അതൊന്നും വിസ്മരിക്കാൻ തന്നെ സമയമില്ല. എങ്ങനെയെങ്കിലും 18,000 ശ്ലോകം വായിച്ച് തീർക്കാനായിരിക്കും ആചാര്യന്മാരുടെ ലക്ഷ്യം. മനസ്സിലായില്ലേ? ഞാൻ ഇവിടെ തന്നെ കണ്ടതാ. ആ ആചാര്യം വളരെ ശ്രേഷ്ഠമാണ്. ഞാനിവിടെ ആദരിക്കുകയൊക്കെ ചെയ്താ. പക്ഷെ ഉത്തമോപദേശമൊന്നും കാര്യമായിട്ടൊന്നും പറയണ ഞാൻ കേട്ടില്ല. ഇവിടെ ഇരുന്നാൽ കേൾക്കാമല്ലോ കുറച്ച്. കാരണം സമയമില്ല. എന്താ പിന്നെ അവസാനത്തെ ദിവസമായിരിക്കും ചിലപ്പം അതൊക്കെ വരിക. അപ്പൊ ആരെയും തെറ്റു. അപ്പൊ ഇവിടെയൊക്കെ ഈ നമ്മൾ ഏറ്റെടുത്ത ഉത്തരവാദിത്വം ശരിക്ക് കൃത്യമായിട്ട് കണ്ടെത്തി അത് പൂർത്തീകരിക്കാനുള്ളത് ആ ഈശ്വര ശക്തി ഒന്ന് മാത്രമേ ഉള്ളൂ. അതിന് രണ്ട് ഭാവമില്ല. എന്നാൽ അത് തന്നെ പല രൂപമായിട്ട് കാണുന്നു എന്നുള്ളത്, അതാണ് അദ്വൈതാമൃത വർഷിണി എന്ന് പറയുന്നത്. അപ്പം ഹിന്ദു എന്ന പദത്തിന്റെ അർത്ഥം എന്താ? ദ്വന്ദ്വഹി, രണ്ടില്ലാത്തതെന്തോ, അതാണ് ഹിന്ദു. ചില സംസ്കൃത പദങ്ങൾ തിരിച്ചിട്ടാല യഥാർത്ഥ അർത്ഥം വരിക. വേദം എന്ന് പറഞ്ഞാൽ തിരിച്ചിട്ട് നോക്കൂ, എന്താ വരിക? ദേവം. മോഹം എന്നുള്ള വാക്ക് തിരിച്ചിട്ട് നോക്കൂ, എന്താ വരിക? ഹോമം എന്നാ പറയാ. മോഹങ്ങളെ ഹോമിക്കാതെ എത്ര ഹോമം നടത്തിയിട്ട് ഒരു കാര്യമില്ല. ഇപ്പൊ ആരോ നാരായണി വായിച്ചിട്ട് അതും കൊണ്ട് ഹോമം നടത്താൻ തുടങ്ങിയിട്ടുണ്ട്. അതൊരു മോഹത്തിന്റെ മുകളിലാ ചെയ്യണം. അദ്ദേഹം കണ്ടുപിടിച്ചാന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് കുറെ ബാക്കിയുള്ളവരും കൂടെ അതിന്റെ പേരിൽ മോഹവലയത്തിട്ടു. അപ്പൊ അതുകൊണ്ട് ഇവിടെ പറയുന്നത്, നമ്മൾ ഈ ഒരു സംസാര ബന്ധനം പ്രാരാബ്ധങ്ങൾ തീർക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോൾ പുതിയ പുതിയ പ്രാരാബ്ധങ്ങൾ ഏറ്റെടുത്ത് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ എങ്ങനെ സംസാര ബന്ധനത്തിൽ നിന്ന് മുക്തനാകും? അത് പ്രവൃത്തി മാർഗമായിട്ട് മാറും. നിവർത്തി മാർഗം വേണമെങ്കിൽ ഇപ്പോൾ ഉള്ള ബന്ധനങ്ങൾ ഇല്ലാതെയാക്കണം, പിന്നെ പുതിയതായിട്ടൊന്നും ഉണ്ടാക്കരുത്. അതാണ് ഞാൻ പറഞ്ഞത്, അകത്തുള്ളതൊക്കെ എടുത്ത് പുറത്തിട്ടണം, പുറത്തുനിന്ന് ഒന്നും എടുത്ത് അകത്തിട്ടേക്കരുത്. അകത്തിട്ടാൽ നിങ്ങൾക്ക് നിവർത്തി മാർഗം കിട്ടില്ല. നിങ്ങൾ ഈ കർമ്മ പ്രാരാബ്ധം എന്തൊക്കെയുണ്ടോ അത് പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കാതെ ഇല്ലാതെയാക്കാതെ ഒരിക്കലും ഈശ്വരങ്കിലേക്ക് പോകാൻ പറ്റില്ല. നമ്മളെ പരിശുദ്ധമായിട്ടാണ് ഇങ്ങോട്ട് വിട്ടത്. അത് മലീനസമാക്കിയിട്ട് കർമ്മബന്ധനം ഉണ്ടാക്കി പ്രാരാബ്ധം ഏറ്റിക്കൊണ്ട് നടക്കുന്ന ഈ കെട്ടും പാണ്ഡവും കൊണ്ട് നടക്കുന്നത് നമ്മളാ. അല്ലാതെ ഈശ്വരനൊന്നും അല്ല കെട്ടും പാണ്ഡവൊന്നും നമുക്ക് തന്നു വിട്ടിട്ടൊന്നുമില്ല ഇങ്ങോട്ട് വരുമ്പോ. അപ്പൊ അതുകൊണ്ട് ഈ അദ്വൈതാമൃത വർഷണിയായിരിക്കുന്ന ഈ ശാസ്ത്രത്തെ മാതൃഭാഷയായി കണ്ടുകൊണ്ട് ആ ദേവീഭാവത്തിൽ കണ്ടുകൊണ്ട് അതിനെ നമിക്കൂ എന്നാണ് പറഞ്ഞത്.
അത് സംസാര ദുഃഖനാശനത്തിന് ഇത്രയും നല്ല മരുന്ന് വേറെ ഒരിടത്തും ഒരു മറുമരുന്നും ഇല്ലാതെ, അതിന് സൈഡ് എഫക്റ്റും ഇല്ല. നിങ്ങൾ അല്പം മാത്രമെങ്കിലും പഠിച്ചാൽ അതിനൊരു സൈഡ് അധികമാകുമൊന്നുമില്ല. അല്പം മാത്രം കൊണ്ട് സ്വല്പം അഭ്യസ്യ ധർമ്മസ്യ ത്രായതോ മഹതോപയ. അപ്പൊ സംസാര ദുഃഖനാശിനിയാണ്, ഭഗവതിയാണ്, അല്ലയോ ഗീതാമാതാവേ എന്ന് കണ്ടുകൊണ്ട് അതിനെ ധ്യാനിക്കണം. മാതൃസ്ഥാനത്ത് കണ്ടുകൊണ്ട് ഗീതാശാസ്ത്രത്തെ ധ്യാനിക്കണം എന്നാണ് പറയുന്നത്. പിന്നെ അത് നമ്മുടെ മുമ്പിൽ എത്തിച്ചു തന്ന ആ ഗുരുവിനെയാണ് നമസ്കരിക്കാൻ പറയുന്നത്. ആദ്യം ഇത് ഗീതാമാതാവ് തന്നെയാണ് ആദ്യത്തെ പ്രഥമ ഗുരു. അത് ഈശ്വരനായി കണ്ടുകൊണ്ട് ബ്രഹ്മരൂപന സംശയ, അത് ഒന്നായിരിക്കുന്ന ആ ബ്രഹ്മശക്തിയാണ് പ്രതീകാത്മകമായിട്ട് നമ്മളെ കാണിക്കുന്നത്. അതുകൊണ്ട് അതിനെ തന്നെയാണ് ആദ്യം മാതൃഭാവത്തിൽ കണ്ടുകൊണ്ട് നമിക്കണം എന്ന് പറയുന്നത്. ഒരു അമ്മ മാതൃദേവോ ഭവ എന്ന പേരിന് അർഹത വരണമെങ്കിൽ, യോഗ്യതയാക്കണമേ, അർഹത എല്ലാവർക്കും ഉണ്ട്, യോഗ്യരാകണമെങ്കിൽ ഈ അദ്വൈതാമൃത വർഷിണി ആയിരിക്കണം അമ്മ. അപ്പോഴാണ് മാതൃദേവോ ഭവ എന്ന് പറയാൻ യോഗ്യയായി ഭവിക്കുക. ആ അമ്മ പഠിച്ചിട്ടുണ്ടല്ലേ, ആ അമ്മയ്ക്കുണ്ടാകുന്ന കുട്ടികളെയും പഠിപ്പിക്കും, യാതൊരു സംശയമില്ല. പഠിച്ചിട്ടില്ലെങ്കിലോ പിന്നെ പഠിപ്പിക്കുന്നത് എന്താ? ഹോംവർക്ക്. ടിങ്കിൾ ടിങ്കിൾ ബട്ടർഫ്ലൈ അവൈ വണ്ടർ വാട്ട് യു വാണ്ട്. ഈ ദൃശ്യപ്രപഞ്ചത്തെ കണ്ടിട്ട് വണ്ടറടിച്ച് നിൽക്കാൻ പറയാ. സന്ധ്യാസമയത്ത് ഹോംവർക്ക് ചെയ്യിപ്പിക്കും. നാമം ജയിപ്പിക്കൂല, സന്ധ്യാസമയത്ത് ഹോംവർക്ക് ചെയ്യിപ്പിക്കും. അവസാനം ഇത് ചെയ്യിപ്പിച്ച ആളെ ഹോമിൽ നിന്ന് പുറത്താക്കും. ആരാണോ സന്ധ്യാസമയത്ത് ഹോംവർക്ക് ചെയ്യാൻ പഠിപ്പിച്ചത് അവര് പിന്നെ കാലക്രമത്തിൽ ഈ ഹോമിൽ നിന്ന് പുറത്താക്കും. സംശയം ഉണ്ടെങ്കിൽ അനുഭവിച്ചറിഞ്ഞോ. ബ്രിട്ടീഷുകാർ ഉദ്ദേശിച്ചത് അത് തന്നെ. അവരതുകൊണ്ട് അവിടെ ഭരിക്കുന്ന കാലത്ത് ഇന്ത്യയിൽ പോയി ഭരിക്കണം എന്നുണ്ടെങ്കിൽ അവിടുത്തെ വിദ്യാഭ്യാസ രീതി മാറ്റണം എന്നവര് പാർലമെന്റിൽ ബില്ല് പാസ്സാക്കി. ഇവിടുത്തെ വിദ്യാഭ്യാസത്തിന്റെ അടിത്തറ ആത്മീയതയാണെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ഇതില്ലാതെ ആക്കാതെ, ആ സ്പിരിറ്റ് ഇല്ലാതെ ആക്കിയില്ലെങ്കിൽ നമുക്ക് അവിടെ ഭരിക്കാൻ സാധ്യമല്ല എന്ന് അവർ മനസ്സിലാക്കി. അതിനൊരു ബില്ല് തന്നെ പാർലമെന്റിൽ പാസ്സാക്കി, അതിവിടെ കൊണ്ടൊന്ന് നടപ്പാക്കി. അത് ഇന്നും നമ്മൾ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുക. ചില കാര്യങ്ങളൊക്കെ ആ ബ്രിട്ടീഷുകാർ എഴുതി വെച്ചത് തന്നെ, ഇൻക്ലൂഡിങ് ആർമി ഓർഡർ വരെ ബ്രിട്ടീഷുകാർ എഴുതി വെച്ചതാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ഇപ്പുറത്തെ ഒരു ഇന്ത്യൻ ചേർത്തു, ഇന്ത്യൻ ആർമി ഓർഡർ. ബ്രിട്ടീഷ് ആർമി ഓർഡർ ആയിരുന്നു, അതിൻ്റെ ഇപ്പുറത്ത് ബ്രിട്ടീഷ് എന്നുള്ളത് മാറ്റിയിട്ട് ഇന്ത്യൻ ആർമി ഓർഡർ മാത്രമാക്കി. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ശാസ്ത്രം പഠിച്ചിട്ട് ചെയ്യണത്. എന്താ കാരണം? അവർ പഠിപ്പിച്ചത് അങ്ങനെ. ഒരു 2, 3, 10 എത്ര വർഷത്തെ കാലം പഠിച്ചു. ഒരു നൂറ്റാണ്ടോളം, ഏകദേശം ഒരു നൂറ്റാണ്ടോളം അവർ ഭരിച്ചു. അപ്പോൾ സംസ്കാരം മുഴുവൻ മാറ്റിമറിച്ചു. അതിൻ്റെ എഫക്റ്റ് ഇപ്പോഴും ഉണ്ട്. അതിൻ്റെ എഫക്റ്റ്, ഏറ്റവും വലിയ എഫക്റ്റാണ് സന്ധ്യാസമയത്ത്. ഇതൊക്കെ തന്നെ എല്ലാ വീടുകളിലും സന്ധ്യാസമയത്ത് എന്താണോ ചെയ്യാൻ പാടില്ലാത്ത അത് ചെയ്യും. ട്രഡീഷൻ എന്ന് പറയുന്ന അംശമില്ല, പറഞ്ഞു കൊടുത്താലും ചെയ്യില്ല, അങ്ങനെ. അപ്പം അതുകൊണ്ട് ആ അദ്വൈതാമൃത വർഷിണിയായിരിക്കുന്ന ദേവിയെ തന്നെ, അല്ലെങ്കിൽ ആ ഗീതാശാസ്ത്രത്തിൻ്റെ മാതാവായിട്ട് കാണുക, നമ്മുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ദേവതയായിട്ട് കണ്ടോളുക, ദേവിയായിട്ട് കണ്ടോളുക. അങ്ങനെ ധ്യാനിക്കുകയും വേണം, ആ ഗീതാശാസ്ത്രത്തെ നമിക്കണം എന്നാണ് പറയുക. ഇനി അത് നമ്മുടെ രണ്ടാമത്തെ സ്റ്റെപ്പിലെ ആചാര്യനോ അത് നമ്മുടെ മുമ്പിലേക്ക് എത്തിച്ചു തന്ന ആ ഗുരുവിനെ നമിക്കാൻ പറയുന്നുള്ളൂ. അതാണ് നമസ്തുതേ വ്യാസവിശാല ബുദ്ധേ പുല്ലാര വിന്ദായത പത്രനേത്ര ഏനത്വയാ ഭാരത തൈലപൂർണക പ്രജ്വാലിതോ ജ്ഞാനമയ പ്രദീപ. വിടർന്ന താമരപ്പൂവിന്റെ നീണ്ട ഇതൾ പോലെ സുന്ദരങ്ങളായിരിക്കുന്ന നയനങ്ങളോട് കൂടിയവനും വിശാല ബുദ്ധിയുമായിരിക്കുന്ന അല്ലയോ വ്യാസഭഗവാൻ, അങ്ങയ്ക്ക് നമസ്കാരം. അങ്ങ് മഹാഭാരതമാകുന്ന എണ്ണ നിറച്ച ജ്ഞാന പ്രദീപം കത്തിച്ചൊലിച്ചുവല്ലോ. ഇവിടെ വ്യാസന്റെ കണ്ണുകളും ഇല്ലേ, വ്യാസനെ കണ്ടാലൊക്കെ
ആ ഈശ്വരഭാവത്തിൽ കണ്ടുകൊണ്ടാണ് ഇത് എഴുതിയ ആൾ എഴുതിയത്. പക്ഷെ വ്യാസനെ നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ അംബിക ഒക്കെ ഇവര് 3 പേരെങ്ങനെയാ വ്യാസന്റെ അടുത്ത് പെരുമാറിയെന്ന് ആലോചിച്ചോളൂ. കറുത്ത് കരിക്കട്ട പോലെ ഒരു സാധനമായിരുന്നു. ആരെങ്കിലും നേരെ കണ്ട അപ്പ കണ്ണടയ്ക്കും, മനസ്സിലായില്ലേ? അല്ലാതെ ഈ കാണുന്ന പക്ഷേ അദ്ദേഹത്തിന്റെ മനോഹാരിത എന്തായിരുന്നു വെച്ചാൽ വിശാല ബുദ്ധി ഉണ്ടായിരുന്നു. അതാണ്. ശരീരം ഏത് കളറിലോ, എത്ര സൗന്ദര്യമുണ്ടോ സൗന്ദര്യം ഇല്ലയോ, വിരൂപയാണോ, ഇതൊന്നും അല്ല പ്രശ്നം. മനസ്സാണ്. മുഖം മനസ്സിന്റെ കണ്ണാടിയാണെന്ന് പറഞ്ഞു അല്ലേ? അപ്പൊ 3 സ്ത്രീകള് ആ വ്യാസനെ കണ്ടിട്ട് ഏതൊക്കെ തരത്തിലാണോ ആ വ്യാസനോട് സംഗമിച്ചത് അതനുസരിച്ചുള്ള പുത്രന്മാര് അവർക്കുണ്ടായി അല്ലേ? എന്നാ ഇങ്ങനെയാണ് എന്നോട് പെരുമാറിയേ എന്ന് വെച്ചിട്ട് വ്യാസൻ ചെയ്യേണ്ട കാര്യം വ്യാസൻ കൃത്യമായിട്ട് ചെയ്തു അല്ലേ? അവിടെയാണ് വിശാല ബുദ്ധി. നമ്മൾ ചില കാര്യങ്ങളൊക്കെ നിസ്സംഗ ഭാവത്തിൽ നല്ലതും ചീത്തയൊക്കെ അനുഭവിക്കേണ്ടതായിട്ട് വരും. അവിടെയാണ് ജീവിതം സുഖം. നമ്മൾ ഈ പ്രാരാബ്ധം എന്ന് പറഞ്ഞിട്ട് ഇരിക്കുമ്പോഴുള്ള ഈ പ്രാരാബ്ധം നമുക്ക് ഈസി ആയിട്ട് അനുഭവിക്കാം. എങ്ങനെയാണെന്നറിയാം? നിങ്ങൾ നിസ്സംഗ ഭാവത്തിൽ എടുത്താൽ മതി. നിസ്സംഗഭാവത്തിൽ എടുക്കാന്ന് പറഞ്ഞാൽ സന്തോഷമായാലും സന്താപമായാലും ദുഃഖം, നമുക്ക് എത്രയായാലും ഈ അറ്റാച്ച്മെന്റ് എന്ന് പറഞ്ഞാൽ ഈ മമതാബന്ധം എന്ന് പറയുന്നത് എത്ര നമ്മൾ ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ഉപേക്ഷിച്ചിട്ട് ഒരു കാര്യം ചെയ്യാൻ സാധ്യമല്ല. പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കാൻ സാധ്യമില്ല. ഒക്കെ വിടണം. ഗ്രഹാതുരത്വത്തിലുള്ള ബന്ധുമിത്രാദികളൊക്കെ ഉപേക്ഷിക്കണം എന്ന് പറഞ്ഞാലൊന്നും ഉപേക്ഷിക്കാൻ പറ്റില്ല. പക്ഷെ ആ മനസ്സുകൊണ്ട് ഉപേക്ഷിച്ചിട്ട് അവർക്ക് വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യാൻ സാധിക്കുന്നത് നിങ്ങളുടെ സ്വാർത്ഥത പോയിട്ട് വിശാല ബുദ്ധി വരുമ്പോഴാണ്. അപ്പോഴാണ് നിങ്ങൾ സന്തോഷത്തോടുകൂടി പ്രാരാബ്ധം അവർക്ക് വേണ്ടിയിട്ടാണെങ്കിൽ മറ്റൊരാൾക്ക് വേണ്ടിയിട്ടും ചെയ്യാൻ സാധിക്കും. ഇല്ലെങ്കിൽ ഞാനിതൊക്കെ ചെയ്യണമല്ലോ, ഇതിനൊന്നും വേറെ ആരുമില്ല, ഇങ്ങനെ ഈ സ്വാർത്ഥബുദ്ധി വന്നാൽ ഇങ്ങനെ ഒരു ഭാവം വരും. അപ്പൊ നമ്മൾ കുറച്ച് വിശാല ബുദ്ധി വന്നാലേ അവിടെ നമ്മുടെ സൗന്ദര്യമോ ഇല്ലേ, പ്രതിയോഗിയുടെ സൗന്ദര്യമോ മനോഹാരിതയോ ഒന്നും അല്ല പ്രശ്നം. നമുക്ക് നിസ്സംഗ ബുദ്ധി വന്നു കഴിഞ്ഞാൽ പിന്നെ അവരേത് രൂപത്തിൽ ഇരുന്നോട്ടെ, അവരേത് ഭാവത്തിൽ പെരുമാറിക്കോട്ടെ, നിങ്ങൾ സന്തോഷത്തോടു കൂടി പെരുമാറിയാൽ നിങ്ങൾക്ക് സന്തോഷമായിട്ടിരിക്കാം. അതാണ് വ്യാസന്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞാൽ. നമ്മുടെ ഈ സ്വാർത്ഥ ബുദ്ധി ഇല്ലെങ്കിൽ സങ്കുചിത ബുദ്ധിയല്ല, അവിടെ വിശാല ബുദ്ധിയാണ് പ്രവർത്തിച്ചത്. അതുകൊണ്ട് വ്യാസൻ എപ്പോഴും സന്തുഷ്ടനായിരുന്നു എന്ന് മാത്രമല്ല, എവിടെ ആർക്ക് ദുഃഖം പ്രശ്നം ഉണ്ടെന്നാലും അവിടെയൊക്കെ പ്രത്യക്ഷമാകുമായിരുന്നു. അവരെയൊക്കെ സഹായിക്കാനുള്ള മനസ്ഥിതി ഉണ്ടായിരുന്നു ഇല്ലേ? ഇല്ലെങ്കിൽ പിന്നെ ധൃതരാഷ്ട്രക്ക് സ്വന്തം മകന് ദിവ്യദൃഷ്ടി കൊടുക്കാൻ വേണ്ടിയിട്ട് തന്നിട്ട് നിനക്ക് വേണമെങ്കിൽ മേടിച്ചാൽ മതി, മറ്റേ കൊടുക്കാൻ പറഞ്ഞാൽ ഞാൻ കൊടുക്കില്ല എന്ന് പറയാമല്ലോ നമ്മുടെ ബുദ്ധിയാണെങ്കിൽ അല്ലേ? എങ്ങനെയെങ്കിലും ഒന്ന് അറിയട്ടെ എന്നേ ഉദ്ദേശിച്ചുള്ളൂ. ഈ ധൃതരാഷ്ട്രയെ പോലെ ഇത്രയധികം ഉപദേശം കേട്ടിട്ടുള്ള ഒരു വ്യക്തി മഹാഭാരതത്തിൽ ഉണ്ടാവില്ല. പിന്നെ അതൊന്നും കേട്ടതായിട്ട് നടിക്കാതിരുന്നവനും ധൃതരാഷ്ട്രം മാത്രമാണ് അല്ലേ? സ്വന്തം അനിയൻ തന്നെ നിരന്തരം അന്നേരം ഒന്നും മിണ്ടാതിരുന്നൊക്കെ കേൾക്കൂട്ടോ. ചിലരെനിക്കൊന്നും കേൾക്കണ്ടെന്ന്, എനിക്ക് ഉപദേശമൊന്നും വേണ്ടെന്ന് എഴുന്നേറ്റ് പോകും. പക്ഷെ എണീറ്റ് പോകാനും പറ്റില്ല, കാരണം കണ്ണില്ലാത്തതുകൊണ്ട് ഇഷ്ടം പോലെ ഓടി നടക്കാൻ പറ്റില്ല, ആരെങ്കിലും കൈപിടിക്കാതെ നടക്കാൻ പറ്റില്ല. അതുകൊണ്ട് അടങ്ങിയിരുന്ന് കേൾക്കും. വ്യാസനം ഉപദേശിച്ചിട്ടുണ്ട്. ആരൊക്കെയോ വ്യാസനും ഇവരൊന്നും പറഞ്ഞു കേൾക്കാതെ പുറത്തുനിന്ന് ആളെ വിളിച്ചു വരുത്തിയിട്ട് ഉപദേശിക്കുകയും കൊടുത്തിട്ടുണ്ട്. എന്താ പറഞ്ഞ, വേദം ഓതുന്ന പോലെ അനിയൻ സ്ഥിരം മന്ത്രി സ്ഥാനത്ത് ഇരുന്നുകൊണ്ട് എപ്പോഴും ഉപദേശിച്ചു, രാത്രിയും പകലും ഒക്കെ ഉപദേശിച്ചുണ്ടായിരുന്നു അല്ലേ? ഇങ്ങനെ ചിലർക്ക് അങ്ങനെയാ, എത്രയൊക്കെ ഉപദേശം കൊടുത്താലും അവരുടെ ആ സങ്കുചിത ബുദ്ധി പോവില്ല. ആ പുത്രവാത്സല്യം കാരണം ആണ് ഈ പ്രശ്നമൊക്കെ ഉണ്ടാക്കിയത്. അപ്പൊ ഇതേപോലെ നമ്മൾക്ക് ഈ പ്രാരാബ്ധങ്ങളില്ലാതെ വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ വിശാല ബുദ്ധി ഉണ്ടാകണം. അപ്പോഴാണ് പ്രാരാബ്ധങ്ങൾ അനുഭവിക്കുന്നത് പോലും നമുക്ക് ഈസി ആയിട്ട് അനുഭവിക്കാമെന്നാൽ മാത്രമല്ല, പ്രസന്നനായിക്കൊണ്ട് അതൊരു ഭാരമല്ലാത്ത വിധത്തിൽ ചെയ്തു കൊടുക്കാൻ സാധിക്കും. എനിക്കിപ്പോൾ ആ ഒരു സ്ഥിതി കൈവന്നിട്ടുണ്ട്. കാരണം നമ്മുടെ ബന്ധുക്കളായാലും വേണ്ട, പുറത്തുള്ളവരായാലും ആരെങ്കിലും സങ്കടം പറഞ്ഞുകൊണ്ട് വന്നു കഴിഞ്ഞാൽ എൻ്റെ പ്രശ്നം പറഞ്ഞുകൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്നത് നിസ്സംഗ ഭാവത്തിൽ ഞാൻ ചെയ്തു കൊടുക്കും. അതൊരു ഭാരമായിട്ടല്ല ഏറ്റെടുക്കും. അവർക്ക് അതുകൊണ്ട് ഫലം സിദ്ധിച്ചു, അത് ഉദ്ദേശിച്ച ഫലം കിട്ടി എന്നറിഞ്ഞാലോ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് നമ്മൾ തന്നെയായിരിക്കും.
ആ വ്യക്തിയെക്കാളും കൂടുതൽ, അത് അനുഭവിച്ച ആളെക്കാളും കൂടുതൽ സന്തോഷം നമ്മളൊരാൾക്ക് മാർഗദർശനം കൊടുത്തിട്ട് അത് സക്സസ് ആയി എന്നറിഞ്ഞാൽ അവിടെ ആയിരിക്കും നമുക്ക് ഏറ്റവും വലിയ സന്തോഷം. ഇത് നമ്മൾ സ്വാർത്ഥ ബുദ്ധി ഉപയോഗിച്ചാൽ നടക്കില്ല, ഒരിക്കലും കിട്ടില്ല നിങ്ങൾ. അപ്പം വ്യാസനെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ടാണ് അങ്ങനെയുള്ള ഗുരുക്കന്മാരെ വേണം, തത്വദർശികളായിട്ടുള്ളവരെ വേണം സമീപിക്കാൻ എന്ന് ശ്രീകൃഷ്ണൻ തന്നെ പറഞ്ഞത്. അതുകൊണ്ടാണ് വിശാല ബുദ്ധി ഇല്ലാതെ, സ്വാർത്ഥ ബുദ്ധി ഇല്ലാത്തവരെ ഗുരുക്കന്മാരായിട്ട് തത്വദർശികളായിട്ട് കണക്കാക്കാനേ പറ്റില്ല. നിങ്ങളൊരു കാര്യം പഠിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ എത്ര ഫീസ് വേണമെന്ന് പറഞ്ഞാൽ കഴിഞ്ഞു കാര്യം, പിന്നെ അത് ഡെഡിക്കേറ്റഡ് അല്ല എന്ന് മനസ്സിലായല്ലോ. പ്രീ കണ്ടീഷൻസ് എന്ത് വെച്ചാലും ആ ഡെഡിക്കേഷൻ അല്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞല്ലോ, എന്നെ ഒരു സന്യാസിക്കാൻ വേണ്ടിയിട്ട് ദീക്ഷ തരാമെന്ന് പറഞ്ഞുകൊണ്ട് വന്നു. മൊത്തം 30 വർഷമായിട്ട് ആധ്യാത്മികയിൽ പ്രവർത്തിക്കുന്ന ആളാണ് അദ്ദേഹം. സന്യാസി വേഷത്തിലാണ്. ഞാനൊരു 10 മിനിറ്റ് അടുത്തുള്ള ആളോട് സംസാരിക്കണം കേട്ടപ്പം അദ്ദേഹം തന്നെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞതാണ്, ഞാൻ 10-30 വർഷമായി എൻ്റെ ശിഷ്യനായിട്ട് എനിക്ക് ആരെയും കിട്ടിയിട്ടില്ല, പക്ഷെ അങ്ങയിൽ ഞാനിത് കാണുന്നു, അതുകൊണ്ട് ഞാൻ ദീക്ഷ തരാമെന്ന് പറഞ്ഞു. നിസ്വാർത്ഥമായിട്ട് തൃശ്ശൂരും കോയമ്പത്തൂരും രണ്ട് ഫംഗ്ഷൻ എന്തോ ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് വന്നതാണ്. ട്രെയിനിൽ വെച്ചാൽ പരിചയപ്പെട്ടതും. എന്നിട്ടും അദ്ദേഹം നിസ്വാർത്ഥമായിട്ട് ദീക്ഷ തരാം, ഈ 2 സ്ഥലത്ത് എവിടെ വേണമെങ്കിലും വന്നാൽ മതി എന്ന് പറഞ്ഞു. ആ ശരി, എന്നാൽ അങ്ങയുടെ നമ്പർ, കോണ്ടാക്ട് നമ്പർ തരൂ, ഞാൻ വരാം എന്ന് പറഞ്ഞു. എവിടെയാ? എനിക്ക് പാലക്കാട് ആയതുകൊണ്ട് ഷൊർണൂരിന് തൃശ്ശൂർ വരണതും കോയമ്പത്തൂർക്ക് പോണതും ഒക്കെ ഏകദേശം തുല്യ ദൂരമാണ്, വലിയ വ്യത്യാസമൊന്നുമില്ല. തൃശ്ശൂർക്കാണ് അദ്ദേഹം പോണേ. അപ്പോൾ ആദ്യത്തെ പ്രോഗ്രാം തൃശ്ശൂർ, അപ്പോൾ പിറ്റേ ദിവസം തന്നെ തൃശ്ശൂർക്ക് പോകേണ്ടി വരും. അതുകൊണ്ട് ഞാൻ പറഞ്ഞു കോയമ്പത്തൂരേക്കാണെങ്കിൽ 2 ദിവസവും ഗ്യാപ്പ് ഉണ്ടല്ലോ, അപ്പം നമ്പർ തരാൻ പറഞ്ഞ് നമ്പർ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യുന്നതിനിടയ്ക്ക് അദ്ദേഹം പെട്ടെന്ന് പേന വെച്ചിട്ട് പറഞ്ഞു, ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞു. നിസ്സാർട്ടായിട്ട് ചെയ്യാമെന്ന് പറഞ്ഞ ആള് ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞപ്പോൾ അപ്പം ഞാൻ എഴുത്ത് നിർത്തി. മനസ്സിലായില്ലേ? നമ്പർ പിന്നെ വേണ്ടി വരില്ല എന്ന് മനസ്സിലായി എനിക്ക്. അപ്പോൾ അദ്ദേഹം എഴുന്നേറ്റ് വന്നിട്ട് എൻ്റെ ഈ പൂണൂല് എടുത്ത് ഷർട്ടിൻ്റെ ഇടയ്ക്കൂടെ കാണുന്നുണ്ടായിരുന്നു, അത് പിടിച്ചിട്ട് പറഞ്ഞു, ഇത് പൊട്ടിച്ചിട്ട് വരണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ എഴുന്നേറ്റ് എന്നിട്ട് ഇദ്ദേഹത്തിൻ്റെ യൂണിഫോം തോണ്ടിയിട്ട് പറഞ്ഞു, ഇതെന്തിനാ അങ്ങോട്ടേക്കണേന്ന് ചോദിച്ചു. കാവ്യവസ്ത്രം തോണ്ടിയിട്ട് ചോദിച്ചു, ഇതെന്തിനാ അങ്ങനെ ഇട്ടെ? ദിസ് ഈസ് മൈ യൂണിഫോം, ദാറ്റ്സ് ഓൾ, ദിസ് ഈസ് മൈ യൂണിഫോം. എൻ്റെ പൂണൊന്നുമില്ല, എൻ്റെ യൂണിഫോം ആയിട്ട് കണക്കാക്കിയാൽ മതി എന്ന് പറഞ്ഞു. ഇത് നൂൽബന്ധമാണ്, അത് നൂൽബന്ധ അല്ലേ, പിന്നെ അപ്പുറത്തേക്ക് ഒരു ബന്ധവും അതിലില്ല. ഉത്തരം ഇതായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഇതെൻ്റെ യൂണിഫോം ആണെന്ന് പറഞ്ഞു. പുറത്തു പോയി കഴിഞ്ഞാൽ സന്യാസിയാണെന്നുള്ള തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് കാവ്യവസ്ത്രം ഇട്ടേക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എനിക്ക് ഷോ വേണമെന്നില്ല, എൻ്റെ യൂണിഫോം ഇതാന്ന് പറഞ്ഞു. ഞാൻ ഇതിട്ടുകൊണ്ട് തന്നെയാണ് ഈ സ്ഥിതിയിൽ എത്തിയിരിക്കുന്നത്, ഇത് ഊരി കളഞ്ഞിട്ടല്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞത് എന്താ മറുപടി പറഞ്ഞ, അങ്ങയിൽ നിന്ന് ഞാൻ ദീക്ഷ സ്വീകരിക്കാൻ അർഹനല്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇറങ്ങിപ്പോയി. അപ്പോൾ എന്നിട്ടും പറഞ്ഞു, 30 വർഷമായിട്ട് അങ്ങ് ഏതായാലും സ്പിരിച്വാലിറ്റി പ്രവർത്തിക്കുന്ന ആളല്ലേ എന്ന് പറഞ്ഞിട്ട്, ഞാൻ അറിയാതെ എന്തെങ്കിലും തെറ്റ് പറഞ്ഞെങ്കിൽ ക്ഷമിക്കണം എന്ന് പറഞ്ഞ് കാലും തൊട്ട് വന്നിട്ടാണ് ഇറങ്ങിപ്പോകുന്നു. അപ്പോൾ അദ്ദേഹം അനുഗ്രഹിക്കുകയും ചെയ്തു. അങ്ങ് കേരളത്തിൽ അറിയപ്പെടുന്ന ആളാണ്, കേരളത്തിൽ നിന്നല്ല ഇന്ത്യയിൽ അറിയപ്പെടുന്ന ആളാണെന്ന് ആഗ്രഹം, അത് ഭഗവാൻ നിശ്ചയിച്ചോളും ഏത് തരത്തിൽ അറിയപ്പെടണോ അറിയപ്പെടണ്ടെന്ന്. എനിക്ക് അറിയപ്പെടണമെന്ന് വലിയ ആഗ്രഹമില്ല എന്ന് പറഞ്ഞു. ഞാൻ എന്നെ അറിയേണ്ടവർ എന്നെ സമീപിക്കും. ഇപ്പം തന്നെ കണ്ടില്ലേ, സോഷ്യൽ മീഡിയക്കാരെ ഒക്കെ എല്ലാവരെയും മറ്റു ചിലരും കൂടെ വിളിച്ച് പറഞ്ഞതാ, ഇവിടെ വന്നിട്ട് ഒരു ഇൻ്റർവ്യൂ എടുക്കാനും ഇല്ല, ഇവിടുത്തെ 1 വർഷത്തെ കേരളത്തിൽ ആദ്യമായിട്ടായി 1 വർഷത്തെ ഗീതാചാനായിട്ട് നടക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ആരൊക്കെയോ പരസ്യത്തിനൊക്കെ ശ്രമിച്ചു. ഒരൊറ്റ മീഡിയക്കാർ വരില്ല, കാരണം പരസ്യം ആവശ്യമില്ല എന്ന് എനിക്ക് തന്നെ ഒരു ബോധമുണ്ട്. അങ്ങനെ പരസ്യപ്പെടുത്തി ചെയ്യേണ്ട കാര്യമല്ല അത്. യോഗമുള്ളവർ വരും. ഇപ്പം ഇവിടെ കസേരയൊക്കെ ഗുരുവായൂരിൽ ഒരു സ്വാമി ഇപ്പം 2 ദിവസമായിട്ട് ഇന്നലെ മുതൽ വന്നിരിക്കേണ്ടെന്നല്ലെങ്കിൽ, ഇല്ലെങ്കിൽ ഇവിടെ ഇപ്പം അദൃശ്യരൂപികൾ മാത്രമേ ഉള്ളൂ ഇവിടെ, അല്ലാതെ ആരും ഇല്ല. പക്ഷേ നിങ്ങൾ വന്നിട്ടുണ്ടല്ലോ, 10-22 പേര് വന്നിട്ടുണ്ടല്ലോ, അത് മതി. വെറുതെ ഒരാൾ മതിയല്ലോ. ശ്രോതാവിനെ ഭാഗവതം വായിക്കുമ്പോഴാണ് ഈ സപ്താഹ വിധിയിൽ പഴയ കാലത്ത്, ഇപ്പം അങ്ങനെ ഇരുത്തലൊന്നുമില്ല, പക്ഷെ ശ്രോതാവായിട്ട് ഒരാളെ വരിച്ചിരുത്തണം എന്നാ പറഞ്ഞിരിക്കണം സപ്താഹ വിധിയിൽ. ബാക്കി എല്ലാവരും വന്നും പോയിരിക്കുന്നവരായിരിക്കും, പക്ഷെ ഒരാളെ 100% കേൾക്കാനായിട്ട് ഒരാളെ ശ്രോതാവിനെ ഇരുത്തണം. ഇപ്പം എപ്രകാരം ശുഗമഹർഷി
ഭാഗവതോപദേശം നടക്കുമ്പോൾ പരീക്ഷത്തായിരുന്നു ശ്രോതാവ്, ബാക്കിയുള്ളവർ വന്നും പോയിരുന്നവരെ എങ്ങനെ ആയിക്കോട്ടെ. പക്ഷെ സ്ഥിരമായിട്ട് ആദ്യന്തമായിട്ട് കേട്ടിരിക്കുന്ന ആ പരീക്ഷത്ത് മാത്രമായിരുന്നു. അത് വച്ചിട്ടാണ് അങ്ങനെ ഒരു വിധി വെച്ചിരിക്കുന്നത്. ആദ്യ അവസാനം വരെ കേട്ടിരിക്കാൻ തയ്യാറുള്ള ഒരാളെ വരിച്ചിരുത്തണം എന്നാ പറയും. ആചാര്യഭരണം നടക്കുന്നൊപ്പം ശ്രോതാവിനെയും വരിച്ചിരുത്തണം എന്നാണ് നിയമം. ഇവിടെ വലിച്ചിരുത്തും, വരിച്ചിരിക്കല്ല. അപ്പൊ അതുകൊണ്ട് വിശാല ബുദ്ധി വേണമെന്നർത്ഥം. നമുക്ക് ഈ അദ്വൈതാമൃത വർഷണിയാകുന്ന ഗീതാശാസ്ത്രം യഥാവിധി മാതാവായി കണ്ടുകൊണ്ട് അതിനെ നമുക്ക് നമ്മുടെ ഉള്ളിലേക്ക് എടുക്കണമെങ്കിൽ മാതാവിൽ നിന്ന് എന്തൊക്കെയാ നമ്മൾ സ്വീകരിക്കുക? മാതാവിന്റെ മോട്ടിവേഷൻ എന്താ? മാതൃസ്നേഹത്തിന്റെ മോട്ടിവേഷൻ എന്താ? അതേപോലെയാണ് ഗീതാശാസ്ത്രം പഠിച്ചാൽ നമ്മൾ തന്നെ മാതാവിനെ പോലെ ആയിപ്പോഴും. ആ സ്നേഹത്തിൻ്റെ മാതാവിൻ്റെ മോട്ടിവേഷൻ, സ്നേഹത്തിൻ്റെ മോട്ടിവേഷൻ എന്ന് പറയുന്നത് മാതൃസ്നേഹമാണ്. അതിവിടെ തന്നെ ഈ ധ്യാന ശ്ലോകത്തിൽ തന്നെ ഒരു ശ്ലോകത്തിൽ ഇത് പറയുന്നുണ്ട്. അപ്പം അങ്ങനെ ഒരു ഭാവത്തിലേക്ക് നമുക്ക് എത്തണമെങ്കിൽ ആ വിശാല ബുദ്ധി ഉണ്ടാക്കണം. ഇല്ലെങ്കിൽ അത് ആസ്വദിക്കാനും അനുഭവിക്കാനും സാധ്യമല്ല. അതുകൊണ്ട് വിടർന്ന താമരപ്പൂവിൻ്റെ നീണ്ട ഇതൾ പോലെ സുന്ദരങ്ങളായിട്ടുള്ള നയനങ്ങളോട് കൂടിയനും വിശാല ബുദ്ധിയുമായിരിക്കുന്ന ഭഗവാന്റെ നാരായണൻ തന്നെ വ്യാസനായിട്ട് അവതരിച്ചെങ്കിൽ ആ അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ വളരെ തീക്ഷ്ണമായ കണ്ണുകളായിരുന്നു. എന്തും ചിലരുടെ കണ്ണുകൾ അങ്ങനെയാ, ആർക്കും കാണാൻ പറ്റാത്തതൊക്കെ കാണാൻ സാധിക്കും. ചിലരുടെ ചെവി എങ്ങനെയാ, കേൾക്കാൻ പറ്റാത്തത് കേൾക്കാൻ സാധിക്കും. അത് ഈ വിശാല ബുദ്ധിയും കൂടെ ഉണ്ടെങ്കിലോ അത് സാധാരണക്കാരുടെ അവരുടെ പഞ്ചേന്ദ്രിയങ്ങൾ സാധാരണക്കാരുടെ പഞ്ചേന്ദ്രിയം പോലെ ആയിരിക്കും. അതുകൊണ്ട് ആ കണ്ണുകളെ എടുത്ത് പറഞ്ഞിരിക്കുന്നത് സുന്ദരങ്ങളായിട്ടുള്ള നയനങ്ങളോട് കൂടിയനും പിന്നെ ബുദ്ധിയാണ് പറഞ്ഞ വിശാല ബുദ്ധി. ഇതാണ് അതിൻ്റെ ഏറ്റവും, അതാണ് വ്യാസഭഗവാൻ. അതുകൊണ്ട് അങ്ങേക്ക് നമസ്കാരം. രണ്ടാമതായിട്ടാണ് ഗുരുവിനെ നമസ്കരിക്കുക എന്ന് പറഞ്ഞത്. അങ്ങ് മഹാഭാരതമാകുന്ന എണ്ണ നിറച്ച ജ്ഞാനദീപം കത്തിച്ചൊലിപ്പിച്ചത് കൊണ്ടാണ് അങ്ങേ ഞാൻ നമസ്കരിക്കുന്നത് എന്ന ഭാവം കൂടെ ഇവിടെ വരുന്നുണ്ടെന്നർത്ഥം. അതെന്താണ് കത്തിജ്വലിപ്പിച്ചത്? ജ്ഞാനപ്രദീപമാണ്, പ്രജ്വലിച്ച് നിൽക്കുന്ന ദീപം. അതായത് അത് കൊളുത്തിയ ജ്ഞാനപ്രദീപം എന്ന് പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സാധാരണ ദീപം കൊളുത്തിക്കഴിഞ്ഞാൽ അത് ഏത് സമയത്തും എണ്ണ തീർന്നാലോ തിരി തീർന്നാലോ ഏതെങ്കിലും തരത്തിൽ കാറ്റടിച്ചാലോ കെട്ടുപോകും. പക്ഷെ ജ്ഞാനമയ പ്രദീപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജ്ഞാനമാകുന്ന ദീപം കത്തിച്ചാൽ അത് ഒരിക്കലും കെടില്ല. ജന്മജന്മാന്തരം വരെ അത് കത്തി നിൽക്കും. അതിന് ചിലപ്പം മഴക്കാർ, സൂര്യനെ മറയ്ക്കുന്ന മഴക്കാറ് പോലെ ചിലപ്പം മറയൊക്കെ വന്ന് വീണാലും നശിക്കില്ല എന്നർത്ഥം. സൂര്യനെ ചിലപ്പം മഴക്കാറ് വന്നിട്ട് മറയ്ക്കുമല്ലോ എന്ന് വെച്ചാൽ സൂര്യന് വല്ലതും പറ്റുമോ? അതേപോലെയാണ് ജ്ഞാനമാകുന്ന ദീപം ചിലപ്പം മഴക്കാറ് വന്ന് മൂടുന്ന പോലെ ചിലപ്പം നമ്മുടെ കർമ്മബന്ധനം കൊണ്ട് ചിലപ്പം മറിഞ്ഞു പോയി എന്നൊക്കെ ഇരിക്കും. പക്ഷെ അതിൻ്റെ യഥാർത്ഥ സ്ഥിതിയെ ഇല്ലാതെയാക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ജ്ഞാനമയ പ്രദീപം എന്ന് പറഞ്ഞാൽ എല്ലായ്പ്പോഴും പ്രകാശിക്കുന്നത് എന്നർത്ഥം. അതെന്താ? മഹാഭാരതം എന്ന എണ്ണ നിറച്ച് കത്തിച്ചു വെച്ചിരിക്കുന്നതാ. മഹാഭാരതം ഇല്ലാത്തതൊന്നും ലോകത്തിൽ ഉണ്ടാകില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായില്ലേ? ഇതിഹാസം എഴുതി വെക്കുമ്പോഴേ അതില്ലാത്തതൊന്നും ലോകത്ത് ഒരു കാലത്ത് സംഭവിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. രൂപവും ഭാവവും വേഷമൊക്കെ മാറാം, ആളും മാറാം ചിലപ്പോൾ. പക്ഷെ ആത്യന്തികമായിട്ട് ഈ എത്ര കാലം യുഗങ്ങളായിട്ട് നമ്മൾ അന്നത്തെ കാലം തൊട്ട് മനുഷ്യരുടെ ദേവന്മാരുടെ ഇവരുടെയൊക്കെ മനസ്സിനെ പറ്റി ചിന്തിച്ചാൽ മതി. എല്ലാവരുടെയും മനസ്സ് എല്ലാ കാലത്തും ഒരുപോലെ. ഈ അഹങ്കാരവും മതവും കുശുമ്പും കുന്നായ്മയൊക്കെ എല്ലാ കാലത്തും മനുഷ്യ മനസ്സിനുണ്ടെന്നർത്ഥം. ദേഹബോധം ഉള്ളിടത്തോളം കാലം ഏത് യുഗം മാറ്റം വന്നാലും അതൊന്നും മാറില്ല എന്നർത്ഥം. അപ്പൊ അതുകൊണ്ട് ആ ജ്ഞാനമാകുന്ന ദീപം പ്രകാശിച്ചാലോ പിന്നെ അവൻ്റെ ബുദ്ധി വിശാല ബുദ്ധിയായിട്ട് മാറും. അവിടെയാണ് യഥാർത്ഥ മനുഷ്യനായിട്ട് പ്രവർത്തിക്കാൻ സാധിക്കും. അതിന് പ്രപന്ന പാരിജാതായ തോത്ര വൈത്രൈകപാണേ ജ്ഞാനമുദ്രായ കൃഷ്ണായ ഗീതാമൃതം ദുഃഖേ നമഃ.
പ്രപന്ന പാരിജാതായ തോത്ര വൈത്രൈകപാണയെ ജ്ഞാനമുദ്രായ കൃഷ്ണായ ഗീതാമൃതം ദുഹേ നമ. ശരണം പ്രാപിച്ചവർക്ക് കൽപ്പവൃക്ഷം പോലെയുള്ളതും ചമ്മട്ടി കയ്യിലേന്തിയവനും ജ്ഞാനമുദ്ര ധരിച്ചവനും ഗീതാമൃതം കറന്ന് എടുത്തവനുമായ ശ്രീകൃഷ്ണന് നമസ്കാരം. അതൊക്കെയോ ശ്രീകൃഷ്ണനെ നമസ്കരിക്കുന്നത് മൂന്നാമത്തെ സ്ഥാനത്താണ്. എന്താ അങ്ങനെ? ആദ്യം നമസ്കരിച്ചത് എന്തിനാ? ഗീതാമൃതം, ഗീതയാകുന്ന മാതാവിനെ നമസ്കരിക്കുക, മാതൃദേവോഭവ എന്ന് കണ്ട്. പിന്നെ അതിൻ്റെ പിതൃസ്ഥാനത്ത് നിൽക്കുന്ന എന്താ പറഞ്ഞ മാതൃദേവോഭവ, പിതാവ് തന്നെയാണ്. ബ്രാഹ്മണരെ സംബന്ധിച്ച് ഗുരുസ്ഥാനത്ത് പിതാവ് തന്നെ എന്നാ പറയുക. ഗായത്രി മന്ത്രം ഉപദേശിക്കുന്ന ആള് പിതാവ് തന്നെ. അപ്പൊ ഗുരുവിനെ ആദ്യത്തെ ഗുരു ആരാന്ന് വെച്ചാൽ പിതാവ് തന്നെയാണ്. ആ പിതൃദേവോഭവ എന്ന സ്ഥാനത്താണ് വിശാല ബുദ്ധിയുള്ള എന്താ പറഞ്ഞേ തത്വദർശിയായിരിക്കുന്ന വ്യാസനെ കണ്ടത്. ആ മാതാവും ഗുരുവും സജ്ജനമാണെങ്കിൽ മാത്രമേ ഈശ്വരീയ അവബോധം നമ്മളിലേക്ക് എത്തൂ. അപ്പൊ ഇവരെ രണ്ടുപേരെയും നമസ്കരിച്ച് അവരിൽ നിന്ന് വിദ്യ പഠിച്ച ഒരാൾക്ക്, ഈശ്വരീയ അവബോധം ഉണ്ടായ ഒരാളെ ശ്രീകൃഷ്ണനെ മനസ്സിലാക്കിക്കൊണ്ട് ശ്രീകൃഷ്ണനെ നമസ്കരിക്കാൻ തന്നെ സാധിക്കൂ. കാരണം ഇത് രചിച്ചത് വ്യാസദേവനാണ്. അത് നമ്മുടെ മുമ്പിലേക്ക് പ്രകടമാക്കി തന്നത് എങ്ങനെയാണ്? ആരാണ്? പ്രപന്ന പാരിജാതായ തോത്ര പൈത്രൈകപാണേ ജ്ഞാനമുദ്രായ കൃഷ്ണായ ഗീതാമൃതം ദുഹേ നമ. അത് ഭഗവാൻ ഉപദേശിക്കുന്ന രൂപത്തിൽ അർജുനന്റെ മുഖത്തോട് മുഖം തിന്നിട്ട്, ഒരു ശിഷ്യനും ഒരു ഗുരുവും മാത്രമേ ഉള്ളൂ അവിടെ, നേരിട്ട് ഉപദേശിച്ചു എന്നർത്ഥം. ശരണം പ്രാപിച്ചവർക്ക് കൽപ്പവൃക്ഷം പോലെയുള്ളതും, അതായത് ശ്രീകൃഷ്ണനെ പറ്റിയാണ് പറയുന്നത്. ചമ്മട്ടി കയ്യിലേന്തിയവനും ജ്ഞാനമുദ്ര ധരിച്ചവനും, ഒരു കയ്യിൽ ചമ്മട്ടി പിടിച്ചിട്ടുണ്ട്, മറുകൈ ചിന്മുദ്രയിലാണ്. അതുകൊണ്ടാണ് ജ്ഞാനമുദ്രയാണ് ഇവിടെ ചിന്മുദ്ര എന്ന് ഉദ്ദേശിക്കുന്നത്. ജീവാത്മാ പരമാത്മാ ഐക്യം സംഭവിച്ചാലേ നമുക്ക് യഥാർത്ഥ ജ്ഞാനദീപം പ്രകാശിക്കൂ എന്നർത്ഥം. പരമമായ ജ്ഞാനം ഭഗവാൻ തന്നെയാണ്. എല്ലാ ശക്തികളും ഉള്ളത് ഭഗവാനിൽ തന്നെയാണ്. അതുകൊണ്ട് ആ ജീവാത്മാ, നമ്മുടെ ജീവാത്മാവായിട്ടിരിക്കുന്ന ആ ജീവനെ, ശരീരത്തിന്റെ നാഥനായിരിക്കുന്ന ആത്മാവിനെ പരമാത്മാവിനോട് യോജിപ്പിക്കുമ്പോഴാണ് തന്മയി ഭാവം വരും. അപ്പൊ ഈശ്വരന്റെ ശക്തി എന്തൊക്കെയുണ്ടോ നമ്മളിലും പ്രകടമാകും. അതാണ് ഇവിടെ ആ ജ്ഞാനമാകുന്ന ദീപം കറന്നെടുത്തവൻ എന്ന് പറഞ്ഞാൽ എന്താ? ഭഗവാൻ എന്തൊക്കെ നമ്മൾക്ക് ഗീതയിൽ ഉപദേശിച്ചിട്ടുണ്ടോ അതൊക്കെ ഭഗവാൻ ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലാക്കി. അവിടെ അനുഭവജ്ഞാനമാണ് ഈ കറന്നെടുക്കുക എന്ന് പറഞ്ഞാൽ. എന്നുവെച്ചാൽ നമുക്ക് ഒരു ജ്ഞാനം കിട്ടിയാൽ അത് പ്രായോഗിക തലത്തിൽ എത്തിച്ചാലാണ് അതിൻ്റെ യഥാർത്ഥ ജ്ഞാനം നമുക്ക് അനുഭവജ്ഞാനമായിട്ട് സത്തായിട്ട് കിട്ടും. അതുകൊണ്ട് അത് ഗീതയാകുന്ന അമൃതം കറഞ്ഞെടുത്തത് ആ മഹാഭാരതത്തിൽ വ്യാസദേവൻ പറഞ്ഞു. അതിൻ്റെ തത്വത്തെ യഥാർത്ഥത്തിൽ മനസ്സിലാക്കിയിട്ട് അത് അനുഭവത്തിലൂടെ കറന്നെടുത്തിട്ടാണ് ഉപദേശം നടത്തിയിരിക്കുന്നത് മനസ്സിലാക്കുക. ഈ മഹാഭാരത യുദ്ധം നടക്കുന്നത് തന്നെ ശ്രീകൃഷ്ണ ജീവിതത്തിന്റെ അർജുനും ശ്രീകൃഷ്ണനും ഏകദേശം 80-88, പിന്നെ ഒരു 36 വർഷവും കൂടെ ഭഗവാൻ തന്നെ ജീവിച്ചുള്ളൂ. അപ്പൊ കണക്കാക്കിയുള്ളൂ എത്ര ഏജിലാണ് ഉപദേശം നടന്നിരിക്കുന്നത്. അതായത് മഹാഭാരത യുദ്ധം നടന്ന് ധർമ്മരാജ്യം സ്ഥാപിച്ച് യുധിഷ്ഠിരൻ 36 വർഷമേ രാജ്യം ഭരിച്ചിട്ടുള്ളൂ. അതിനിടയിൽ ഭഗവാൻ 125 വയസ്സ് തികഞ്ഞ് സ്വധാമം വിടുകയും ചെയ്തു. യുധിഷ്ഠിരനും പഞ്ചപാണ്ഡവരൊക്കെ അപ്പൊ ജീവിച്ചിരിക്കുന്ന അർജുനാണല്ലോ ഇവിടെ വന്നിട്ട് പറയട്ടെ ഭഗവാൻ സ്വധാമം വിട്ടുപോയി, സ്വധാമത്തിലേക്ക് പോയി, ദ്വാരക വിട്ടുപോയി എന്നുള്ളതും, അഥവാ ഭഗവാൻ മരിച്ചു എന്നുള്ള വാർത്ത വന്ന് പറയുന്നത് അർജുനൻ തന്നെ. അപ്പൊ ഇവര് ജീവിക്കണ്ടല്ലോ.
അപ്പം ഏകദേശം ഇവർ സമകാലികരായിരുന്നു എന്ന് പറഞ്ഞാൽ ഈ മഹാഭാരത യുദ്ധം നടക്കുന്ന സമയത്ത്, ഗീതോപദേശം നടക്കുന്ന സമയത്ത് ഇവർക്ക് രണ്ടുപേർക്കും ഏതാനും സീനിയർ സിറ്റിസൺസ് ആയിരുന്നു. മനസ്സിലായില്ലേ? 80 വയസ്സിന് മുകളിൽ പ്രായമായിരുന്നു. മനസ്സിലാക്കും. അപ്പം നമുക്ക് തോന്നില്ലേ, നമ്മൾ ഈ പ്രായത്തിലൊക്കെ പഠിച്ചിട്ട് ഇനിയിപ്പോൾ എന്ത് നേടാനാണെന്ന്? ഒന്നും. ഭഗവാൻ പറയുന്നുണ്ടല്ലോ, അന്ത്യകാലത്തെങ്കിലും അല്പം കിട്ടിയാൽ മതി, അത് നിങ്ങൾക്ക് ശ്രേഷ്ഠമായ ജന്മത്തിലേക്ക് വരെ എത്തിക്കും. അപ്പം അതുകൊണ്ടാണ് ഇവിടെ ഇത്രയും താമസിച്ച് എന്തിനാ ഗീത പറയാൻ? ഈ ധർമ്മയുദ്ധത്തിനിടയ്ക്കിൽ ഈ രണാങ്കണത്തിൽ എന്തുകൊണ്ട് ഉപദേശം നടന്നു? അവിടെയാണ് ശരിക്കും കറന്നെടുത്തത്. കാരണം ഇതുവരെയുള്ള അനുഭവങ്ങളുടെ മുഴുവൻ അന്തസത്തയാണ് ഗീതാശാസ്ത്രം. ശ്രീകൃഷ്ണൻ സ്വന്തം അനുഭവത്തിലൂടെ ചെയ്ത് അതിൽ നിന്ന് അനുഭവജ്ഞാനമാണ് ഇവിടെ പറയുന്നത്. അങ്ങനെയാണ് വ്യാസൻ അത് അവതരിപ്പിച്ചിരിക്കുന്നത് എന്നർത്ഥം. അപ്പൊ ശ്രീകൃഷ്ണനാണ് അത് കറന്നെടുത്തതായിട്ട് ഇവിടെ പറയുന്നത് എന്നർത്ഥം. പ്രപന്ന പാരിജാതായ തോത്ര വൈത്രൈകപാണേ ജ്ഞാനമുദ്രായ കൃഷ്ണായ ഗീതാമൃതം തുകേ നമഃ. ശരണം പ്രാപിച്ചവർക്ക് കൽപ്പവൃക്ഷം പോലെ, ഭഗവാനെ ആരൊക്കെ ശരണം പ്രാപിച്ചോ അവർക്കൊക്കെ ഈ ഭഗവാന്റെ ആ പാർത്ഥസാരഥിയായിട്ട് നമ്മളെ നയിക്കുന്നർത്ഥം. ഭഗവാനെ ശരണം പ്രാപിച്ചാൽ എപ്രകാരം അർജുനെ ധർമ്മമാർഗത്തിലേക്ക് നയിച്ചോ, ശ്രേയോ മാർഗത്തിലേക്ക് നയിച്ചോ, അതേപോലെ തന്നെ ശരണം പ്രാപിക്കുന്നവരെയെല്ലാം കൽപ്പവൃക്ഷം പോലെ, ഒരിക്കലും നശിക്കാത്ത വൃക്ഷം, അശ്വത്ഥ വൃക്ഷം പോലെ അത് ഭഗവാൻ നമുക്ക് തണലേകുന്നർത്ഥം, അഭയം നൽകും. അതുകൊണ്ട് പിന്നെ ഈ യഥാർത്ഥ കൃഷ്ണ അവബോധം, അതാണ് ജ്ഞാനമുദ്രയിൽ നമുക്ക് ധരിച്ചവന് ഗീതയാകുന്ന അമൃതം എന്ന് പറയുന്നത്. ഇതാണ് ശ്രീകൃഷ്ണ അവബോധമാണ് ഗീതാമൃതം എന്നർത്ഥം. അങ്ങനെയുള്ള ആ ശ്രീകൃഷ്ണ നമസ്കാരം. ഇനി ഗീതയുടെ മഹത്വം എന്താന്ന് പറയാണ് 4-ാമത്തെ ശ്ലോകത്തില്. സർവോ ഉപനിഷത്തോ ഗാവോ ഭോക്ത ഗോപാലനന്ദന പാർത്ഥോ വത്സ സുധിർഭോക്ത ദുക്തം ഗീതാമൃതം മഹത്. എല്ലാ ഉപനിഷത്തുകളും പശുക്കളായിട്ട് കാണുക, കറന്നെടുക്കുന്നവൻ ശ്രീകൃഷ്ണനായിട്ട് കാണുക, പശുക്കിടാവ് അർജുനായിട്ട് കാണുക, ഭുജിക്കുന്നവൻ വിദ്വാൻ, പാല് മഹത്തായ ഗീതാമൃതം. അതായത് ഉപനിഷത്തുകളുടെ പ്രത്യേകത എന്താ? 4 വേദങ്ങളുടെയും സാരാംശമാണ്. കുറച്ചുകൂടെ ലളിതമായിട്ട് ഉപനിഷത്തുകൾ പറയുന്നുണ്ട്. ആയിരക്കണക്കിന് ഉപനിഷത്തുകൾ ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് ഏതായാലും പ്രധാനപ്പെട്ട 108 ഉപനിഷത്തുകളാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് 10 അതാണ് ശങ്കരാചാര്യര് വ്യാഖ്യാനിച്ച് അവൈലബിൾ ആയിട്ടുള്ളത് ഇപ്പം. അപ്പം ഈ ഉപനിഷത്തുകൾ വേദാന്തമാണ്. അത് ഓരോന്നോരോന്നായിട്ടെടുത്ത് അതിനെ ഗുരു ശിഷ്യൻ, ഉപനിഷത്തിൻ്റെ ഒരു ശിഷ്യനും ഒരു ഗുരുവും ഉണ്ടാവുള്ളൂ. ഗുരു ശിഷ്യനും അടുത്തിരുത്തി ഉപദേശിക്കുന്നതാണ് ഉപനിഷത്തുകൾ എന്ന് പറയുന്നത്. അപ്പം ആ ഉപനിഷത്തുകളുടെയൊക്കെ അന്തസത്തയാണ് ഗീത. വേദശാസ്ത്രങ്ങളുടെ അന്തസത്തയാണ് ഉപനിഷത്തുകളുടെ അന്തസത്തയാണ് ഗീതാശാസ്ത്രം. അതുകൊണ്ടാണ് ഓരോ അധ്യായം കഴിയുമ്പോൾ ഇത് ശ്രീമദ് ഭഗവത്ഗീതാസു ഉപനിഷത്സു ബ്രഹ്മവിദ്യായാം യോഗശാസ്ത്രേ എന്ന് പറയുന്നത്. അത് യഥാർത്ഥത്തിൽ ബ്രഹ്മവിദ്യ തന്നെയാണ് എന്നർത്ഥം. അതുകൊണ്ട് ഈ വേദങ്ങളും ഉപനിഷത്തുകളും പുരാണങ്ങളും അതിൽ പറയാൻ ഉദ്ദേശിച്ച എല്ലാ തത്വശാസ്ത്രത്തെയും എല്ലാം കൂടെ അരച്ച് കലക്കിയിട്ട് അതിൽ അന്തസത്തയായിട്ട് തന്നതാണ് ഗീതയാകുന്ന അമൃതം എന്നർത്ഥം. അതാണ് അതിൻ്റെ മഹത്വം. അതാണ് മഹത്തായ ഗീത അമൃതം എന്ന് പറയുന്നത്. ഇത് പാനം ചെയ്യുന്നവർ, ഈ പാലാകുന്ന ഗീതാമൃതം പാനം ചെയ്യുന്നവർ ചിരഞ്ജീവിയായി ഭവിക്കും. അവർക്ക് മരണമില്ല. എങ്ങനെ മരണമില്ല? ഞാൻ 500 വർഷമായിട്ടും ജീവിച്ചിരിക്കുന്നു, എനിക്ക് മരണം ഉണ്ടായിട്ടില്ല. ഈ ശരീരത്തിന് മരണം ഉണ്ടായത്, എനിക്കെവിടെ മരണം ഉണ്ടായത്? ഇനി ഇതൊക്കെ പറഞ്ഞു തന്ന ആളെ എങ്ങനെയാണ് ലോക ഗുരുവായിട്ട് ഇന്നും അറിയപ്പെടുന്നത്?
വസുദേവസുതം ദേവം കംസചാണൂരമർദ്ദനം ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗൽഗുരു. വസുദേവപുത്രനായി ജനിച്ച ദേവനും കംസ ചാണൂരന്മാരെ മർദ്ദിച്ചവനും ദേവകീ ദേവിയെ അത്യന്തം ആനന്ദിപ്പിക്കുന്നവനും ജഗൽഗുരുവായിരിക്കുന്ന ശ്രീകൃഷ്ണനെ ഞാൻ വന്ദിക്കുന്നു. എന്തിനാ അമ്മാവനെ പറഞ്ഞു? അമ്മാവൻ്റെ കൂടെ ഉണ്ടായിരുന്ന കുറെ അസുരന്മാരുടെ പേരും പറഞ്ഞു, പിന്നെ അമ്മയെ പറഞ്ഞു. എന്നിട്ട് അവരെയൊക്കെ ഇത്തരത്തിലൊക്കെ ആക്കിയ ആളെ ലോകഗുരുവാകുകയും ചെയ്തു. എങ്ങനെയാ സാധിച്ചത്? കംസൻ അല്ലെ ഈ ഭഗവാനെ സംബന്ധിച്ച് ഈ പ്രാരാബ്ധം കൊണ്ടോ ഇല്ലേ ആത്മബന്ധം കൊണ്ടോ രക്തബന്ധം ഒക്കെ, രക്തബന്ധം ശരിക്കും പറഞ്ഞാൽ ബന്ധുവാണല്ലോ. മാതുലൻ അമ്മാവനാ കംസൻ. ഭഗവാന് ഈ ബന്ധനത്രയങ്ങളിലൊന്നും പെട്ടിട്ടുള്ള സിമ്പതിയോ ഇല്ലെങ്കിൽ ഇമോഷനാകലോ ഒന്നും ഇല്ലായിരുന്നു. അതാണ് നിസ്സംഗഭാവത്തിൽ അധർമ്മം ചെയ്തു ഇല്ലാതെയാക്കാൻ ഒരു മടി ഉണ്ടായില്ല. ചിരിച്ചുകൊണ്ടാ അമ്മാവനെ എടുത്ത് നിലത്തടിക്കണേ, മനസ്സിലായില്ലേ? ഇതാണ് നിസ്സംഗഭാവം എന്ന് പറയുന്നത്. അധർമ്മം ചെയ്താൽ പിന്നെ അവനെയൊന്നും വച്ചേക്കുന്ന സ്വഭാവമില്ല. അത് ചിരിച്ചുകൊണ്ട് ആനന്ദമയനായിക്കൊണ്ട് അതൊക്കെ ചെയ്യാന്നർത്ഥം. അപ്പോൾ അതാണ് വസുദേവന്റെയും ദേവകിയുടെയും പുത്രനായിരുന്നു. കംസചാണൂരന്മാരായിട്ടുള്ള അസുരന്മാരെയൊക്കെ ശരിപ്പെടുത്തിയവനാണ്. ദേവകിക്ക് എല്ലാ കാലത്തും പരമാനന്ദത്തെ കൊടുത്തു. എന്തിനാ അത് എടുത്തു പറഞ്ഞത്? ഇവിടെയാണ് മാതൃസ്നേഹത്തിന്റെ മോട്ടിവേഷൻ എന്ന് ഞാൻ പറഞ്ഞത്. പ്രസവിച്ചത് കാരാഗ്രഹത്തിൽ. നമ്മളൊന്ന് ലോജിക്കായിട്ട് നമ്മുടെ തലത്തിൽ നിന്നുകൊണ്ട്, മാനുഷിക തലത്തിൽ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കൂ. നമ്മൾ പലതും കമ്പയർ ചെയ്തുകൊണ്ടല്ലോ ചെയ്യുന്നിട്ട് സംസാരിക്കുമല്ലോ. നമ്മുടെ തലത്തിൽ നിന്നുകൊണ്ട് അതൊക്കെ കാണാം. പക്ഷെ ഇതെന്തുകൊണ്ട് കാണുന്നില്ല? ഇതിലെ രഹസ്യം. ഒരമ്മ പ്രസവിച്ചത്, നമ്മളൊക്കെ എന്നെയൊക്കെ എൻ്റെ ഇല്ലത്ത് തന്നെ എൻ്റെ അമ്മ പ്രസവിച്ചത്. കാരാഗ്രഹത്തിലൊന്നും അല്ല, ഏതായാലും നിലപറയിലും അല്ല, മനസ്സിലായില്ലേ? ഇവിടെ ഇത് നിലവറ പോലെ. നിങ്ങൾ അവിടെ മധുരയിൽ പോയി കണ്ടു കഴിഞ്ഞാൽ നിലവറ തന്നെയാ. അകത്തേക്ക് പോയ ഒരു കാരാഗ്രഹം എന്ന് പറയുന്നത് കംസന്റെ ഒരു നിലവറയായിരുന്നു. അവിടെയാണ് ശ്വാസം പോലും കിട്ടാൻ വിഷമം. അതുപോലെ ഒരു സ്ഥലത്താണ് കൊണ്ടുപോയിട്ട് ദേവകിയും വസുദേവരെയും കൊണ്ടുപോയി പാർപ്പിച്ചിരുന്നത്. കാരാഗ്രഹം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെയാണ് ശ്രീകൃഷ്ണനെ പ്രസവിച്ചത്. പ്രസവിച്ചിട്ട് ഈ അച്ഛനും അമ്മയല്ല വളർത്തിയത്, വളർത്താൻ വേണ്ടിയിട്ട് വേറൊരു അമ്മയുടെ അടുത്ത് കൊണ്ടു കൊടുത്തു, അല്ലേ? എന്നിട്ട് തിരിച്ചു വന്നിട്ട് ഒരു പരാതിയും കുറ്റം പറഞ്ഞു. നമ്മളാണെങ്കിൽ വളർത്തി വിട്ടാൽ തന്നെ ചീത്ത കേട്ട അമ്മയെ വേദനിപ്പിക്കും, അല്ലേ? നിങ്ങളെന്താ എനിക്ക് വേണ്ടിയിട്ട് ചെയ്ത്? നിങ്ങൾ അങ്ങനെ ചെയ്തില്ലേ, ഇങ്ങനെ ഇല്ലേ, മറിച്ച് ചെയ്തില്ലേ? ബക്കുൾക്കടി ബന്ധം പോലും മറന്നിട്ട് പെരുമാറുന്നവരെ അറിയാം. അതുകൊണ്ടാണല്ലോ 11 മക്കളുള്ള അമ്മ വൃദ്ധസ്ഥാനത്തിൽ പോയി കിടക്കണം. എന്നിട്ടും 11 വയസ്സിൽ തിരിച്ചു വന്നിട്ട് കാരാഗ്രഹത്തിൽ കിടന്ന അമ്മയെ അച്ഛനെയും മോചിപ്പിച്ച് അവരെ കണ്ടപ്പോൾ ആദ്യം നമസ്കരിക്കുക ചെയ്തു. നിങ്ങളല്ലല്ലോ എന്നെ വളർത്തിയത്, എന്നെ കാരാഗ്രഹത്തിലല്ലേ പ്രസവിച്ചത്, നിങ്ങളുടെ പാല് തന്നല്ലേ എന്നെ വളർത്തിയത്. നമ്മളൊക്കെയാണെങ്കിൽ ഇതൊക്കെ തന്നെ ചോദിക്കും ആദ്യത്തെ ദൃഷ്ടിയിൽ തന്നെ. അമ്മയാന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പോലും തയ്യാറാവില്ല. മാതൃസ്നേഹത്തിന്റെ മോട്ടിവേഷൻ എന്താ? കരയുന്ന കുട്ടിയെ ആരും ഇഷ്ടപ്പെടില്ല. എത്ര കിളിച്ച് ചിരിച്ചിരിക്കുന്ന കുട്ടികളെയൊക്കെ ആര് വേണമെങ്കിലും എടുത്തോണ്ട് പോകും, അല്ലേ? അറിയാൻ തുടങ്ങിയാൽ ആരുടെ അടുത്തേക്കാ കൊണ്ട് കൊടുക്കുക? അമ്മയുടെ അടുത്തേക്ക്. ആ കുട്ടി ആരായിരിക്കും തേടുക? കരഞ്ഞുകൊണ്ട് തേടുന്നത് അമ്മയെന്ന് വിളിച്ചിട്ട് അമ്മയുടെ പിന്നാലെ ആവും പോവുക. അമ്മയെ കണ്ടില്ലെങ്കിലും അമ്മയെ വിളിക്കും, ഉറപ്പാ. എന്തുകൊണ്ടാ കുട്ടി വിളിക്കണത്? ഈ കുട്ടിയുടെ മുമ്പിൽ എല്ലാവരും ഉപേക്ഷിച്ചാലും കരയുന്ന കുട്ടിയെ ആരും സ്വീകരിക്കില്ല. ഉപേക്ഷിച്ചാലും ആ അമ്മ ആ കരയുന്ന കുട്ടിയുടെ മുമ്പിൽ തോറ്റു കൊടുത്തിട്ട് ആ കുട്ടിയുടെ കരച്ചിൽ മാറ്റാൻ ശ്രമിക്കും. ഇതാണ് മാതൃസ്നേഹത്തിന്റെ മോട്ടിവേഷൻ. അപ്പോൾ എന്തൊക്കെ ക്ലേശങ്ങൾ അനുഭവിച്ചിട്ടായിരിക്കാം ഈ ശ്രീകൃഷ്ണനെ പ്രസവിച്ചതും. വീണ്ടും പ്രസവിച്ചു കഴിഞ്ഞിട്ടും കാരാഗ്രഹത്തിൽ വേറെ അടുത്ത് കൊണ്ടു കൊടുത്തിട്ടും അവരെ സ്വതന്ത്രരാക്കി, എന്നിട്ടും സ്വതന്ത്രരാക്കിയില്ല. ഇടയ്ക്കൊന്നും സ്വതന്ത്രരാക്കി. കംസന് നല്ല ബുദ്ധി തോന്നിയിട്ട് ചിലപ്പോൾ പുറത്തെ വിടുകയൊക്കെ ചെയ്യും. പക്ഷേ ആ ഏഷണിക്കാരൻ വന്നിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ട് പിന്നെയും പിടിച്ചകത്തിടും. താഴെ നിന്നാണോ കൗണ്ട് ചെയ്യാം, മുകളിൽ നിന്നാണോ കൗണ്ട് ചെയ്യുക, ഇങ്ങനെയൊക്കെ വികട ബുദ്ധി പറഞ്ഞു കൊടുക്കും. 8ാമത്തെ പുത്രൻ അവിടുന്ന് എണ്ണിയാൽ 8 ആദ്യം വരില്ലേ? താഴെ നിന്ന് എണ്ണിയാൽ കൗണ്ടിങ് ഡൗൺ ചെയ്താൽ ഇപ്പൊ ഇതിൽ ഏതാ 8ാമത്തേന്ന് എങ്ങനെയാ നീ കണക്കാക്കാന്ന് ചോദിക്കും.
ആരോഹണത്തിലാണോ അവരോഹണത്തിലാണോ? ഇങ്ങനെയുള്ള കുബുദ്ധിയൊക്കെ ഉപദേശിച്ച് കഴിയുമ്പോൾ കംസനാകെ പ്രശ്നത്തിലാകും. അപ്പൊ പിന്നെയും കൊണ്ടുപോയി ജയിലിടും. എന്നിട്ട് വെറുതെ വിട്ട കുട്ടിയും കൂടെ കാലെ പിടിച്ചടിച്ചു കൊല്ലും. പാപം ചെയ്യിപ്പിക്കുക. ആരുടെ ഉദ്ദേശം അതാ. കുരുത്തക്കേട് ചെയ്യുന്നവരെ വീണ്ടും ചെയ്യിപ്പിക്കുക. അവരെ ശേഷം വന്ന് കൊല്ലണമെങ്കിൽ കുറച്ചുകൂടെ പാപത്തിന്റെ ഭാരം കൂട്ടണ്ടേ. ഇനി പ്രകൃതിയാണ് കേട്ടോ നമ്മളെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യിപ്പിക്കുന്നത്. പ്രകൃതിയിൽ നിന്ന് ഇവിടെ നാരദരെ നമ്മൾ നിമിത്തമായി പറയുന്നുണ്ടെങ്കിൽ ഒരു അധർമ്മിയെ വളർത്തുന്നത് പ്രകൃതിയായിരിക്കും. കൂടുതൽ അധർമ്മം ചെയ്ത് ചെയ്ത് തഴച്ച് വളരുമ്പോഴാണ് പിന്നെ അവസാനം അവൻ്റെ വേരോടെ പിഴുതെറിയും പിന്നെ ഭഗവാൻ. പിന്നെ അഡ്രസ് ഉണ്ടാവില്ല, മനസ്സിലായില്ലേ? ഇല്ലെങ്കിൽ എന്തെങ്കിലും ബാക്കി വെച്ചിട്ട് പിന്നെയും വന്ന് കുരുത്തക്കേട് കാണിക്കും. അതുകൊണ്ട് ബാക്കി വെക്കണ്ട, എല്ലാം തീർത്തോട്ടെ എന്ന് വിചാരിക്കും. എന്ന് പറഞ്ഞ പോലെ ഭഗവാൻ ഈ 11 വയസ്സിലാണ് തിരിച്ചു വരുന്നത്. എന്നിട്ട് കാരാഗ്രഹത്തിൽ നിന്ന് അച്ഛനമ്മ അവരെ രക്ഷിക്കുന്നു മാത്രമല്ല, അവരെ സാഷ്ടാംഗം നമസ്കരിക്കും. അവസാന കാലം വരെ എപ്പോഴും വരെ ഒരിക്കലും ദുഃഖിപ്പിക്കാൻ ശ്രമിച്ചിട്ടില്ല. എപ്പോഴും ആനന്ദത്തേക്ക് കുട്ടികളെ മരിച്ചുപോയ ജ്യേഷ്ഠന്മാരെ കാണണമെന്ന് പറഞ്ഞപ്പോഴും അത് കാണാനുള്ള സൗകര്യമൊക്കെ ചെയ്തു കൊടുത്തു ഭഗവാൻ. അങ്ങനെ അത്ര ഡെഡിക്കേറ്റഡ് ആയിട്ട് പ്രവർത്തിച്ചിരുന്നു. അതുകൊണ്ടാണ് ഭഗവാൻ ഇന്നും വാഴ്ത്തപ്പെടുന്നതും ലോക ഗുരുവായിട്ട്. ശ്രീകൃഷ്ണനെ പറ്റി അല്പമെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അവർ നമിക്കുക തന്നെ ചെയ്യും, യാതൊരു സംശയമില്ല. ഈ മനസ്സിലാക്കാത്തവരാണ് പലതരത്തിലൊക്കെ പറയുന്നത്. ഈ പുസ്തകം ശ്രീകൃഷ്ണ ചരിതാമൃതി എഴുതിയ ചൈതന്യ മഹാപ്രഭുവിനെ ചോദ്യം ചെയ്തുകൊണ്ട് അമേരിക്കൻ ഹരേകൃഷ്ണ പ്രസ്ഥാനം ശരിക്കും വേര് പിടിച്ചത് അമേരിക്കയിലാണ്. ഇന്നും അതെ, വേര് അവിടെയാണ്. ഇവിടെയൊക്കെ വേര് പിടിപ്പിക്കാൻ നോക്കിയിട്ട് ഗുരുവായൂർ അടക്കം എന്തൊക്കെ പ്രശ്നങ്ങളാണ് അവരൊരു സ്ഥാപനം ഉണ്ടാക്കിയിട്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അവരുമായിട്ടുള്ള സംഘാടകരെ നന്നായിട്ട് പരിചയപ്പെട്ടിട്ടുണ്ട്. ഇവിടെ കേരളത്തിൽ ഇപ്പോൾ കഷ്ടിച്ചൊക്കെ ഹരേകൃഷ്ണ പ്രസ്ഥാനമൊക്കെ കുറച്ച് പടർന്ന് പന്തലിച്ച് വരുന്നൊക്കെ ഉണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ അതിൻ്റെ തായ് വേര് ശരിക്കും അമേരിക്കയിലാണ്. അപ്പോൾ അവിടെ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്നാ തോന്നുന്നത്, ഒരു കന്യാസ്ത്രീ തന്നെ ഈ ചൈതന്യ മഹാപ്രഭുവിനെതിരായിട്ട് കേസ് കൊടുത്തു. കാരണം ശ്രീകൃഷ്ണൻ ശ്രീലമ്പടനാണ്, 16,108 പെണ്ണുങ്ങളെ പീഡിപ്പിച്ച ആളാണ്. അതുകൊണ്ട് ഈ ഇദ്ദേഹത്തിൻ്റെ ചരിത്രം ഇവിടെ പ്രചരിപ്പിക്കാൻ അനുവദിക്കരുത്, ഇത് ആൾക്കാരെ മിസ്ഗൈഡ് ചെയ്യും, അതുകൊണ്ട് ഇത് അനുവദിക്കരുതെന്നും പറഞ്ഞ് കോടതി കൊണ്ട് ഈ ചൈതന്യ മഹാപ്രഭുവിൻ്റെ, അതൊക്കെ തുടക്കത്തിലാണ്, പിന്നീട് അത് വേര് പിടിച്ചു. എന്തായാലും ഇദ്ദേഹത്തിന് എതിരായിട്ട് ഒരു കന്യാസ്ത്രീ തന്നെ കൊണ്ടുപോയി കേസ് കൊടുത്തു. എന്നിട്ട് ചൈതന്യ മഹാപ്രഭുവിനോട് കോടതിയിൽ ഹാജരാകാൻ പറഞ്ഞു. ഹാജരായപ്പം നിങ്ങളുടെ പേരിൽ ഒരു പരാതി കിട്ടിയിട്ടുണ്ട്, സത്യമാണെന്ന് ചോദിച്ചു. സത്യമാണെന്ന് അവരല്ലേ പറഞ്ഞേ. അപ്പം അങ്ങനെയൊക്കെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ വാദിക്കാനുണ്ടെയോ അഡ്വക്കേറ്റിനെ വെച്ചോളാൻ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് വേണ്ടി വാദിക്കാൻ ഞാൻ തന്നെ മതിയെന്ന് പറഞ്ഞു, വേറെ ഒരു അഡ്വക്കേറ്റൊന്നും വേണ്ടെന്ന്. ആയിക്കോട്ടെ, അപ്പോൾ പെർമിഷൻ കൊടുക്കൂ. അങ്ങനെ വാദം തുടങ്ങിയ ഉടനെ തന്നെ ഒറ്റ കാര്യം ചൈതന്യ മഹാപ്രഭു കോടതിയോട് ആവശ്യപ്പെട്ടു. ഇവർ ഈ തിരുവസ്ത്രം, കന്യാസ്ത്രീ അണിഞ്ഞിരിക്കുന്ന തിരുവസ്ത്രം ധരിച്ചപ്പോൾ ഒരു പ്രതിജ്ഞ ചെയ്തിട്ടുണ്ട്. ആ പ്രതിജ്ഞ എന്താണെന്ന് കോടതിയിൽ വെളിപ്പെടുത്തിയാൽ മതി, കേസ് തീരുന്നു പറഞ്ഞു. അതെങ്ങനെയാന്ന് ചോദിച്ചു. അത് അവരോട് ആവശ്യപ്പെടും, അവർ ആ പ്രതിജ്ഞ ഇവിടെ പറയട്ടെ എന്ന് പറഞ്ഞു. ഇവർ ഈ തിരുവസ്ത്രം എടുത്തു കൊടുക്കുമ്പോൾ ഒരു പ്രതിജ്ഞ ചെയ്തിട്ടുണ്ട്. ആ പ്രതിജ്ഞ എന്താണെന്ന് വെളിപ്പെടുത്തിയാൽ മതി, പ്രശ്നം തീർന്നു. അപ്പോൾ കോടതി പറഞ്ഞു, കന്യാസ്ത്രീയോട് പറഞ്ഞു, നിങ്ങളെ പ്രതിജ്ഞ ചെയ്തത് എന്താ, അതിവിടെ കോടതി വെളിപ്പെടുത്തണമെന്ന് പറഞ്ഞു. അപ്പോൾ കോടതിയിൽ പോലും വെളിപ്പെടുത്താൻ പറ്റില്ല, അത് രഹസ്യമാണെന്ന് കന്യാസ്ത്രീ പറഞ്ഞു. കാരണം ഞങ്ങൾ തിരുവസ്ത്രം ഇടുമ്പം അത് മതപരമായ ആചാരമാണ്, അത് കോടതി പറയാൻ പോലും പറ്റില്ല. കാരണം ഞങ്ങൾ അങ്ങനെ പ്രതിജ്ഞ ചെയ്തിട്ടാണ് അത് തിരുവസ്ത്രം ധരിച്ചിരിക്കുന്നത്. അത് ഇവിടെ പൊതുവായിട്ട് പബ്ലിക്കിൽ കോടതിയിലൊന്നും പറയാൻ പറ്റുന്നതല്ല, അതിന് ഞങ്ങൾക്ക് അനുവാദമില്ല എന്ന് പറഞ്ഞു. എന്ന് കോടതിയിൽ സമർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ചൈതന്യ മഹാപ്രഭു കോടതിയോട് പറഞ്ഞു, അവർക്കല്ലേ പറയാൻ പറ്റാത്ത, കോടതി അനുവദിച്ചാൽ ഞാൻ ആ പ്രതിജ്ഞ എന്താണെന്ന് പറയാൻ പറഞ്ഞു. എന്നാ അത് പറയാമെന്ന് പറഞ്ഞു, അങ്ങേക്ക് പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, ഇവര് തിരുവസ്ത്രം എടുത്തു കൊടുക്കുമ്പം ആ കർത്താവിൻ്റെ മണവാട്ടിയായിട്ട് ജീവിതകാലം മുഴുവൻ കഴിച്ചു കൂട്ടിക്കോളാന്ന് പറഞ്ഞിട്ടാണ് പ്രതിജ്ഞ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ലോകത്ത് എത്രയെത്ര കന്യാസ്ത്രീകളുണ്ടോ, തിരുവസ്ത്രം ധരിച്ചിട്ടുണ്ടോ, ഇവരൊക്കെ ക്രിസ്തുവിൻ്റെ മണവാട്ടികളല്ലേ? ശ്രീകൃഷ്ണന് കൃത്യമായിട്ട് കണക്കുണ്ട്, 16,108 പേരെ ഭഗവാന്റെ ഭാര്യയായിട്ടുണ്ടായിരുന്നുള്ളൂ.
ഇവരുടെ കണക്കെടുത്താൽ കർത്താവിന്റെ മണവാട്ടികൾ എത്രയെന്ന് പറയട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ യഥാർത്ഥ ശ്രീലമ്പടൻ കർത്താവാണോ അതെയോ ശ്രീകൃഷ്ണനാണോ എന്ന് കോടതി തീരുമാനിച്ചോളാൻ പറഞ്ഞു. ഇവര് ശ്രീകൃഷ്ണൻ ശ്രീലമ്പടനാണ്, അതുകൊണ്ട് ശ്രീകൃഷ്ണന്റെ കഥ ഇവിടെ പ്രചരിപ്പിക്കാൻ സമ്മതിക്കരുത് എന്നൊക്കെ പറഞ്ഞല്ലേ വാദിച്ചിരിക്കണം. ഇവര് പരാതി നൽകിയിരിക്കുന്നത് അങ്ങനെയല്ലേ എന്ന് ചോദിച്ചു. അത് കോടതി പറഞ്ഞു അത് ശരിയാണ്. അപ്പൊ പിന്നെ ഇവരുടെ കാര്യം ആര് നോക്കും? ഇവരുടെ കർത്താവും ശ്രീലമ്പടനായിരുന്നു എന്ന് ഞാൻ പറഞ്ഞാൽ? കാരണം ശ്രീകൃഷ്ണൻ 16,108 ഭാര്യമാരെ ഉണ്ടായിരുന്നുള്ളൂ. അത് ശരിക്കും ഔദ്യോഗികമായിട്ട് വിവാഹം കഴിച്ച് അവർക്ക് ഗ്രഹങ്ങൾ നിർമ്മിച്ചു കൊടുത്ത് അവരെ സംരക്ഷിച്ചതും ശ്രീകൃഷ്ണനാണ്. അവരിൽ 10 കുട്ടികളും ഉണ്ടായിട്ടുണ്ട്, അതും റെക്കോർഡാ. ഇവരെ ഭഗവാൻ വന്നിട്ട് അല്ലെങ്കിൽ ഇവരുടെ കർത്താവ് വന്നിട്ട് താലി കെട്ടി ഭാര്യമാരാക്കിയിട്ടുണ്ട്. ഇവര് ഭാര്യയാണെന്ന് അനുഭവിച്ചു. അപ്പം യഥാർത്ഥ ശ്രീലമ്പടനാരാ? അപ്പൊ ഈ പരാതി തള്ളിക്കളഞ്ഞു. ഇത് വില പോവില്ല എന്ന് പറഞ്ഞു, നിലനിൽക്കില്ല. അങ്ങനെ ചൈതന്യ മഹാപ്രഭു അവിടെ ശ്രീകൃഷ്ണന്റെ പേര് പറഞ്ഞിട്ട് സക്സസ് ആയി. മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ടാണ് ഇന്നും ലോകത്ത് ഇപ്പം 168 ഏക്കറിലോ മറ്റാണ് ഇപ്പൊ ഒരു ശ്രീകൃഷ്ണ ക്ഷേത്രം അമേരിക്കയിൽ നിർമ്മിച്ചിരിക്കുന്നത്. എത്രയോ ഡോളറാണ് ചെലവ് വന്നിരിക്കുന്നു. അപ്പൊ അത്രമാത്രം ലോകഗുരുവായിട്ട് മാറാൻ കാരണം എന്താ? ലോകഗുരുവായിട്ട് ശ്രീകൃഷ്ണൻ മാറിയിരിക്കുന്നു. വസുദേവ സുതം ദേവം കംസചാണൂരമർദ്ദനം ദേവകീ പരമാനന്ദം കൃഷ്ണൻ വന്ദേ. എന്തുകൊണ്ടാണ് അങ്ങനെ സാധിച്ചത്? ആ മാതൃസ്നേഹത്തിന്റെ മോട്ടിവേഷൻ എന്താന്ന് മനസ്സിലാക്കിയിട്ട് ഭഗവാൻ എല്ലാ കാലത്തും ഈ അധർമ്മികളെ നശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനൊക്കെ ഉപരി തൻ്റെ അമ്മയെ സന്തോഷിപ്പിച്ചിട്ടുണ്ട്. ഒരു കാരണം പറഞ്ഞിട്ടും ദേവകിയെ ദുഃഖിപ്പിച്ചിട്ടില്ല. പരമാനന്ദ സുഖദുഃഖങ്ങൾക്ക് ഉപരിയാണ് ആനന്ദം കൊടുക്കുക എന്ന് പറയുന്നത്. അത് 3 ജന്മങ്ങളിൽ കിട്ടാത്ത ഒരു പരിഗണന ദേവകിക്ക് ശ്രീകൃഷ്ണാവതാരത്തിൽ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് പരമാനന്ദം കിട്ടി എന്ന് പറയുന്നത്. വസുദേവപുത്രനായിട്ട് ജനിച്ച ദേവനും കംസചാണൂരന്മാരെ മർദ്ദിച്ചവനും ദേവകീദേവിയെ അത്യന്തം ആനന്ദിപ്പിക്കുന്നവനുമായ ജഗൽഗുരുവായിരിക്കുന്ന ശ്രീകൃഷ്ണ നമസ്കാരം. ഇനി 6ാമത്തെ ശ്ലോകം. ഭീഷ്മദ്രോണ തടാ ജയദ്രഥ ജല ഗാന്ധാര നീലോൽപല ശല്യഗ്രാഹവതീം കൃപേണ മഹനീം കർണേന വേലാകുല അശ്വത്ഥാമാ വികർണ ഘോരമകരാ ദുര്യോധനാവർത്തനീം സ്വതീർണ ഖലു പാണ്ഡവൈരണ നദീം കൈവർത്തക കേശവ. ഭീഷ്മരും ദ്രോണരുമാകുന്ന 2 തീരങ്ങൾ, ജയദ്രഥനാകുന്ന ജലം, ശകുനിയാകുന്ന കരിമ്പാറ, ശല്യരാകുന്ന മുതല, കൃപരാകുന്ന പ്രവാഹശക്തി, കർണനാകുന്ന വേലിയേറ്റം, അശ്വത്ഥാമാവ് വികർണൻ എന്നീ 2 ഭയങ്കര മകരമത്സ്യങ്ങൾ, ദുര്യോധനാകുന്ന ചുഴി, ഇവയോടുകൂടിയ ആ യുദ്ധപ്പുഴ പാണ്ഡവർ കടന്നു കയറിയത് കടത്തുകാരൻ കേശവനായിരുന്നത് കൊണ്ടാണല്ലോ എന്നാണ് ചോദ്യം. അതുകൊണ്ട് കേശവനെയാണ് ധ്യാനിക്കാൻ പറയുന്നത്. അതിനൊക്കെ ഉപരി നമ്മളൊന്ന് ചിന്തിക്കേണ്ടത്, എന്തിനായി ഗീതാധ്യാനം പറയുമ്പം ഈ അസുരന്മാരെ കൂടി ഓർക്കാൻ പറഞ്ഞത്? ഭഗവാനെ ഓർക്കാൻ വേണ്ടിയിട്ട് ഇവരുടെ പേരും കൂടെ പറയണ എന്തിനാ? ഓർക്കണ്ടാത്തവരെയും കൂടെ ഓർക്കാൻ പറഞ്ഞെന്താ? ഈ അസുര വിത്തുക്കളെയൊക്കെ ദുര്യോധന അടക്കം ഇതിൽ പെട്ടില്ല. അധർമ്മവർഷത്ത് നിൽക്കുന്നവരെ എല്ലാം ഇതിൽ ചൂണ്ടി ഓരോരുത്തരുടെ പേര് പറയുന്നുണ്ട്. നമുക്ക് അത് ഓർമ്മ ഇല്ലെങ്കിൽ ഇവരുടെ പേര് പറയുമ്പോൾ നമുക്ക് അവരെ ഓർമ്മ വരില്ലേ? എന്തിനത് പറയും? നമ്മളെ ഓർമ്മിപ്പിക്കണു ഈ അസുരവിത്തുക്കളൊക്കെ. ഇവിടെയാണ് രഹസ്യം. അതായത് ഈ മഹാഭാരത യുദ്ധം ധർമ്മ പുനഃസ്ഥാപനത്തിലായിരുന്നു. അതുകൊണ്ട് 2 പക്ഷത്തുള്ളവരായിക്കോട്ടെ ഭഗവാന്റെ സാന്നിധ്യം സാരഥിയായിട്ടാണെങ്കിൽ അവിടെ ഉണ്ടായിരുന്നു. ഭഗവാന്റെ സാന്നിധ്യത്തിലാണ് യുദ്ധം നടന്നത്. അതിൽ ആരൊക്കെ ശരീരം ത്യജിച്ചിട്ടുണ്ടോ, അത് ശത്രുമിത്ര പക്ഷത്തുള്ളവരായിക്കോട്ടെ, അവരൊക്കെ ഭഗവാന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നത് കൊണ്ട് അവർ ശരീരം ത്യജിക്കുന്നതിന് മുമ്പ് അവരിൽ തന്നെ ധർമ്മ പുനഃസ്ഥാപനം ഭഗവാൻ ചെയ്തു എന്നർത്ഥം. അവിടെ ശത്രുമിത്ര ഭാവമൊന്നും ഇല്ലാതെ ആ ധർമ്മം എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരേപോലെ കോൺട്രിബ്യൂട്ട്, കാമധേനുവിനെ പോലെ കൊടുക്കുന്നവനാണ് ഭഗവാൻ.
അത് പുനഃസ്ഥാപിച്ചു ഓരോ സ്ഥിതിയിലും. ഇപ്പം നമ്മൾ തന്നെ സാധാരണഗതിയിൽ നമ്മളിപ്പം നിരീശ്വരവാദിയായിട്ട് നടന്നാലോ ഇല്ലെങ്കിൽ ഈശ്വരവാദിയായിട്ട് നടന്നാലോ അവസാനം നമ്മുടെ മരിക്കുന്നതിന് മുമ്പ് അസുഖം വന്ന് കിടക്കുമ്പോഴോ ഇല്ലെങ്കിൽ ഒരു നിമിഷത്തേക്കെങ്കിലും മരിക്കുന്നതിന് മുമ്പ് മനസ്സ് മരിക്കില്ല. അതുകൊണ്ട് മനസ്സിൽ കടന്നു പോകാതിരിക്കില്ല. നമ്മൾ ധർമ്മ അധർമ്മങ്ങളെപ്പറ്റി ഒരു നിമിഷത്തേക്കെങ്കിലും മരിക്കുന്നതിന് മുമ്പ് ചിന്തിക്കും. അത് ആരുടെ അടുത്തും പ്രമാണമായിട്ട് പറയാനോ അല്ലെങ്കിൽ വെളിപ്പെടുത്താനോ ഒന്നും സാധിച്ചു എന്നിരിക്കില്ല. ചിലർ വർത്താനം പറയുമ്പോൾ ആ ബോധതലത്തിൽ വരുമ്പം രോഗം വന്ന് ആചാര്യ നാമം ജപിച്ച് ഭാഗവതം വായിച്ച് നടന്നവർ പോലും അവസാനം രോഗഗ്രസ്തനായിട്ട് കിടക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഞാൻ എന്ത് പാപം ചെയ്തിട്ടാണ് എനിക്കിങ്ങനെ കിടക്കേണ്ടി വരും? അവിടെയും ധർമാധർമ്മങ്ങളാണോ വിചിന്തനം ചെയ്യുന്നത്? മനസ്സിലായില്ലേ? ഈശ്വരൻ്റെ ശക്തിയാണ് നമ്മുടെ ഉള്ളിലിരിക്കുന്നത്. അതുകൊണ്ട് അവസാന നിമിഷം ആ ധർമ്മത്തിൻ്റെ സ്ഥിതി എന്താണെന്ന് നമ്മൾ തന്നെ ചിന്തിക്കാൻ ഇടവന്നാൽ അത് ധർമ്മ പുനഃസ്ഥാപനത്തിന് വഴിയൊരുക്കുന്നർത്ഥം. അത് ശരീരം ത്യജിക്കുന്നതിന് മുമ്പ് സാധിച്ചാൽ മതി. അപ്പൊ ഇവിടെയും യുദ്ധക്കളത്തിൽ ഈ പറയുന്ന ഭീഷ്മരോ ദ്രോണരോ ജയദ്രഥനോ ഗാന്ധാരൻ എന്ന് പറഞ്ഞാൽ അവരുടെയൊക്കെ ആരുടെയൊക്കെ ശല്യനായിക്കോട്ടെ, കർണനായിക്കോട്ടെ, കൃപനായിക്കോട്ടെ, ഇവരൊക്കെ ആരൊക്കെ ആ യുദ്ധത്തിൽ പങ്കെടുത്തോ ശരീരം ത്യജിച്ചോ അവർക്കൊക്കെ ആ ധർമ്മബോധം ഉണ്ടാക്കി കൊടുക്കാൻ ഭഗവാന്റെ സാന്നിധ്യം കൊണ്ട് അവരെ വിളിച്ചിട്ട് ധർമ്മോപദേശമൊന്നും നടത്തേണ്ട ആവശ്യമൊന്നുമില്ല. അർജുനന് മാത്രമേ ഉപദേശം കൊടുത്തുള്ളൂ. പക്ഷേ ഭഗവാന്റെ സാന്നിധ്യം മാത്രം കൊണ്ട് ഇവർക്കൊക്കെ ധർമ്മം പുനഃസ്ഥാപിക്കപ്പെട്ടു. അതുകൊണ്ടാണ് ഇവിടെ എടുത്തു പറഞ്ഞിരിക്കുന്നത് ആ കടത്തുകാരൻ, അതായത് പാർത്ഥസാരഥി കേശവനായിരുന്നത് കൊണ്ടാണല്ലോ എന്ന് പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇവയോടുകൂടിയ ആ യുദ്ധ രണനദിയിൽ ആരൊക്കെ ഉണ്ടായിരുന്നോ, ആരൊക്കെ ശരീരം ത്യജിച്ചോ, ഏത് പക്ഷത്തുള്ളവരായിക്കോട്ടെ അവർക്കൊക്കെ ഭഗവാന്റെ സാന്നിധ്യം അനുഭവിക്കാൻ സാധിച്ചുകൊണ്ട് അവരൊക്കെ ആ ധർമ്മത്തെ പുനഃസ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ് യുദ്ധം നടന്നതെങ്കിൽ ആരൊക്കെ അവിടെ ശരീരം ത്യജിച്ചോ അവരിലൊക്കെ ശരീരം ത്യജിക്കുന്നതിന് ധർമ്മ പുനഃസ്ഥാപനം നടന്നു എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ആ മഹാത്മാക്കളെയും കൂടെ ഓർക്കാൻ പറഞ്ഞത്. നമ്മളെപ്പോഴും ശ്രീകൃഷ്ണനെ ഓർക്കുമ്പോൾ കംസനെ ഓർക്കാതിരിക്കാൻ പറ്റില്ല, രാമനെ ചിന്തിക്കുമ്പോൾ രാവണനെ ഓർക്കാതിരിക്കാൻ പറ്റില്ല. ആ ഭഗവാന്റെ സാന്നിധ്യം അനുഭവിച്ച മഹാത്മാക്കളാണ് ഈ വീരസൂരപരാക്രമികൾ. മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ടാണ് ധ്യാനത്തിൽ ഇവരെയും കൂടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. പാരാശര്യ വച സരോജമലം ഗീതാർത്ഥ ഗണ്ഡോത്കടം നാനാഖ്യാനകേസരം ഹരികഥാ സംബോധനാബോധിതം ലോകേ സജ്ജന ഷട്പതൈരഖരഖ പേപീയമാനം മുദ ഭൂയാൽ ഭാരത പങ്കജം കലിമല പ്രധംസിനസയസേ. വ്യാസന്റെ വചസ്സാകുന്ന സരസിൽ നിന്നും ജനിച്ചതും വ്യാസന്റെ വചസ്സാകുന്ന, വചസ് എന്ന് പറയുന്ന വാക്കുകൾ, സരസിൽ നിന്ന് ജനിച്ചതും ഗീതാർത്ഥമാകുന്ന സൗരഭ്യം ഇടതിങ്ങുന്നതും നാനാ ഉപകഥകളാകുന്ന അല്ലികളോടും ഭഗവത് കഥകളെ വേണ്ടിവിധം ബോധിപ്പിക്കുന്നതിനാൽ വികസിതവും ഈ ലോകത്തിൽ സജ്ജനങ്ങളാകുന്ന വണ്ടുകളാൽ എപ്പോഴും സന്തോഷത്തോടെ ആസ്വദിക്കപ്പെടുന്നതും കലിദോഷ ഹാരിയും നിർമ്മലവുമായിരിക്കുന്ന മഹാഭാരതമാകുന്ന താമര നമുക്ക് ശ്രേയസ് നൽകട്ടെ എന്നാണ് പറയുന്നത്. അപ്പോൾ ഗീതാർത്ഥത്തെ വ്യാസൻ രചിച്ചിരിക്കുന്ന ഈ വാക്കുകൾ കൊണ്ട് അതിൽ നിന്ന് ഉണ്ടായിട്ടുള്ള ആ ഗീതാ വചനങ്ങൾ, അതിൻ്റെ ഏറ്റവും വലിയ സൗരഭ്യം എന്ന് പറയുന്നത് എന്താ? ആ ഗീതാ തത്വങ്ങളെ നമ്മൾ വ്യാഖ്യാനിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഉപകഥകളൊക്കെ അല്ലെങ്കിൽ അവനവൻ്റെ അനുഭവം അല്ലെങ്കിൽ മറ്റുള്ള കഥകളും ഒക്കെ ചേർത്തുകൊണ്ട് വേണം അത് മനസ്സിലാക്കാൻ പറയുന്നത്. അതാണ് മഹാഭാരതത്തിൻ്റെ പ്രത്യേകത. പിന്നെ ഗീത പറയുമ്പോഴാണെങ്കിൽ നമുക്ക് കടിച്ചാൽ പൊട്ടാത്തതായിട്ടല്ല അത് അവതരിപ്പിക്കേണ്ടത്, അത് വേണ്ട വിധത്തിൽ മനസ്സിലാക്കാൻ സാധിക്കണം എന്നർത്ഥം. അപ്പോൾ അത് സജ്ജനങ്ങളാകുന്ന വണ്ടുകൾ, അതായത് സജ്ജനങ്ങൾക്ക്, ഈ സജ്ജനങ്ങൾ മാത്രമല്ല, ഈ ഗീതാർത്ഥത്തെ ഏതൊക്കെ തരത്തിൽ വ്യാഖ്യാനിച്ചാലും അതിനെ ആ അന്തരാർത്ഥത്തിൽ നിന്ന് ഇല്ല, അതിൻ്റെ രഹസ്യത്തിൽ നിന്ന് ആർക്കും പിന്തിരിയാൻ ഇല്ലെങ്കിൽ ആർക്കും വ്യതിചലിക്കാൻ സാധ്യമല്ല. അതാണ് ഗീതയുടെ പ്രത്യേകത. അപ്പോൾ അത്തരത്തിൽ ഏത് തരത്തിൽ വ്യാഖ്യാനിച്ചാലും അത് ആസ്വദിക്കാൻ സാധിക്കും, കലിദോഷം ഇല്ലാതെയായി വരും, അത് വളരെ നിർമ്മലമാണ്. അത് മഹാഭാരതത്തിലെ ഏറ്റവും ആണിക്കല്ലായിട്ട് നിൽക്കുന്നതും ഗീതാശാസ്ത്രമാണെന്നർത്ഥം.
അപ്പം അതുകൊണ്ട് അത് നമുക്ക് ശ്രേയസ്സിലേക്ക് എത്തിക്കും. നമുക്ക് ഈ പ്രേയസല്ല വേണ്ടത്. നമ്മൾ മനുഷ്യജന്മത്തിൻ്റെ യഥാർത്ഥത്തിൽ നമ്മുടെ ലക്ഷ്യം ഈശ്വര പൂജ നടത്തുമ്പോഴോ അല്ലെങ്കിൽ വേദവൈദിക കർമ്മങ്ങൾ ചെയ്യുമ്പോഴോ നമ്മൾ യഥാർത്ഥത്തിൽ ആഗ്രഹിക്കേണ്ട ശ്രേയസ്സിന് വേണ്ടിയിട്ടായിരിക്കണം. ശ്രേയസ്സായിരിക്കണം ലക്ഷ്യം. പ്രേയസിന് വേണ്ടിയിട്ട് നമ്മൾ സാധാരണഗതിയിൽ എല്ലാവരും പ്രേയസം കൊണ്ടാണ് നടക്കുക. അതുകൊണ്ടാണ് ഈ ദുഃഖം സമാധാനം ഒരിക്കലും കിട്ടാത്തത്. പ്രേയസിൻ്റെ പിന്നാലെ പോയിട്ടില്ല. പ്രേയസം എന്ന് പറഞ്ഞാൽ എന്താ? പ്രത്യക്ഷ ഫലം. ആ പ്രത്യക്ഷമായിരിക്കുന്ന ഇഷ്ടഭോഗങ്ങൾ കിട്ടിയാലും അത് പിന്നെയും നമുക്ക് നഷ്ടപ്പെടുമ്പോൾ ദുഃഖത്തിന് കാരണമായി പറയും. നമ്മുടെ ശരീരം പോലും പ്രേയസാണ്. അപ്പം അതുകൊണ്ട് ശ്രേയസിന് വേണ്ടിയിട്ടായിരിക്കണം. ആ ഗീത പഠിച്ചാൽ എന്താ ഗുണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശ്രേയോ മാർഗമാണ് ഗീത ഉപദേശിക്കുന്നത്. അർജുനൻ ചോദിക്കുന്നു ശ്രേയോ മാർഗം. അപ്പം ആര് ഈ ഗീതാശാസ്ത്രത്തെ ഏതൊക്കെ തരത്തിൽ അർത്ഥമാത്രകളെ കൊണ്ട് കസർത്ത് കാണിച്ചിട്ട് ഏതൊക്കെ തരത്തിൽ വ്യാഖ്യാനിച്ചാലും ആത്യന്തികമായിട്ട് അതിൽ ശ്രേയസ്സേ ഉണ്ടാവും. പ്രേയസ് ഉണ്ടാവില്ല. പ്രേയസ് ഉണ്ടാക്കാൻ ഗീത കൊണ്ട് സാധ്യമല്ല. അഥവാ ഗീതാശാസ്ത്രം ഉപയോഗിച്ചുകൊണ്ട് പ്രേയസ് ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ അവൻ നശിക്കുകയും ചെയ്യും. ചില ആൾക്കാരുണ്ടല്ലോ, മാനേജ്മെന്റ് സൈക്കോളജിയാന്ന് പറഞ്ഞിട്ട് ഫാക്ടറി ഇല്ലെങ്കിൽ ഓഫീസ് ഒരു കമ്പനി നടത്താൻ വേണ്ടിയിട്ടൊക്കെ ഇതിൽ ചില ശ്ലോകങ്ങളൊക്കെ കോട്ട് ചെയ്തിട്ട് മോട്ടിവേറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഉണ്ട്. എൻ്റെ അറിവിൽ അങ്ങനെയുള്ള ആരും രക്ഷപ്പെട്ടതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. അത് ഗീതാശാസ്ത്രത്തെ ദുർവിനിയോഗം ചെയ്യില്ല. ദുർവിനിയോഗം ചെയ്യാമെന്നുള്ള തോന്നല, ചെയ്യാൻ സാധിക്കില്ല. ഇതുകൊണ്ട് ശ്രേയസ്സിന് മാത്രമേ സാധിക്കുള്ളൂ. പ്രേയസം ഉണ്ടാക്കാൻ സാധ്യമല്ല. അഥവാ പ്രേയസം ഉണ്ടായാൽ നിങ്ങൾ ദുഃഖിക്കും. അപ്പൊ പിന്നെ ശ്രേയസ് എന്ന് പറയാൻ പറ്റില്ല. ദുഃഖത്തിന് കാരണമായിട്ട് എന്ത് ലഭിച്ചാലും അത് ശ്രേയസ് അല്ലല്ലോ. എന്നാ ശ്രേയസ് ഉണ്ടാവുകയും ചെയ്യും. എങ്ങനെയാ? മൂകം കരോതി വാചാലം പങ്കും ലങ്കേതേഗിരിം യൽ കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. ഈ കലിദോഷഹാരി എന്ന് പറയുമ്പോൾ പകല നിർമ്മലാണ്. ഈ കലികാലത്തെ ഏറ്റവും കലിദോഷങ്ങളാണ്. ഞാൻ പറഞ്ഞില്ലേ, തമോ ഗുണത്തിൻ്റെ ആധിക്യം കൊണ്ട് രജോ ഗുണമാണ് എല്ലാവരും ഉപയോഗിക്കുക. അപ്പൊ അതുകൊണ്ട് കലി ബാധിച്ചവരാ. കലി ബാധിക്കാന്ന് പറഞ്ഞാൽ എന്താ? ഈ കലി ബാധിച്ചവർ ജീവിക്കുന്നത് പരീക്ഷത്ത് ഇരിക്കാൻ കൊടുത്ത 5 സ്ഥാനങ്ങളുണ്ടല്ലോ, അത് ഉപയോഗിച്ചിട്ട് ജീവിക്കുന്നവരായി. അവര് ഗീത പഠിച്ചാലും അവർക്ക് കലിദോഷം തീരില്ല. ഈ കലി ബാധിച്ചിരിക്കുന്നവരെ ഗീത പഠിക്കാൻ തയ്യാറില്ല. പഠിച്ചാൽ അത് ദുർവിനിയോഗം ചെയ്യുകയും ചെയ്യും. എന്നാണ് കുഴപ്പം. എന്നാൽ ഇത് കേൾക്കുന്ന വെറുതെ ഇരിക്കുന്ന ഇപ്പൊ കുറെ മരങ്ങളും ഇവിടെ ഇരിക്കുന്ന ഷഡ്പദങ്ങളും ഒക്കെ കേൾക്കുന്നുണ്ട്. അവർക്ക് ശ്രേയസ് ഉണ്ടാവുകയും ചെയ്യുന്നു. അതായത് പ്രഥംസീന ശ്രേയസ് എന്ന് പറഞ്ഞ അല്ലേ? പാരാശര്യ വച സരോജമവലം ഗീതാർത്ഥ ഗന്ധോത്കടം ജ്ഞാനാഖ്യാനകേസരം ഹരികഥാ സംബോധനാബോധിതം ലോകേ സജ്ജന ഷഡ്പദൈ. അവിടെ വാക്യാർത്ഥം എടുത്തു കഴിഞ്ഞാൽ സജ്ജനകളാകുന്ന വണ്ടുകളാൽ എന്നൊക്കെ വ്യാഖ്യാനിക്കുന്നുണ്ട്. അതിനുപരിയായിട്ട് രഹസ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗീതാശാസ്ത്രം കേൾക്കാനിടവന്ന ഷഡ്പദങ്ങൾക്ക് വരെ ശ്രേയസ് ഉണ്ടാകും. അവരിലെ എന്താ കലിമല പ്രധ്വംസിനെയാണ്. അതായത് കലി ബാധയുണ്ടെങ്കിൽ അതിനെയൊക്കെ ധ്വംസിച്ച് കളയാനുള്ള കഴിവുണ്ട്. അതായത് കലിയുടെ സ്വഭാവം ഉണ്ടെങ്കിൽ, കലി ബാധിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അതിനെ ആ ബാധയെ ഒഴിവാക്കാൻ സാധിക്കും എന്നർത്ഥം. ഗീതാശാസ്ത്രം പഠിച്ചാൽ നിങ്ങളിലുള്ള കലിബാധയൊക്കെ തന്നെ ഇല്ലാതെയാകും എന്നർത്ഥം. കലിബാധ ഇല്ലാതായാലേ ശ്രേയസ് ഉണ്ടാകുകയുമുള്ളൂ. ഇനി ആ ശ്രേയസ് എങ്ങനെ അനന്തത്തെ ഉണ്ടാക്കുന്നതായിരിക്കും. അതിനാണ് മുഖം കരോതി വാചാലം പങ്കും ലങ്കേതേകരിം യൽ കൃപാ തമഹം വന്ദേ പരമാനന്ദമാധവം. ഏതൊരു ഭഗവാന്റെ കാരുണ്യം ഊമയെ വാഗ്മിയാക്കി തീർക്കുന്നുവോ, മുടന്തനെ മല കയറാൻ സമർത്ഥനാക്കുന്നുവോ, ആ പരമാനന്ദ സ്വരൂപിയായിരിക്കുന്ന ഭഗവാനെ ഞാൻ വന്ദിക്കുന്നു. നടക്കാൻ മേലാത്തവനെ നടത്തിക്കും. പിന്നെയോ പറയാൻ പറ്റാത്തവനെ പറയിപ്പിക്കും. മൂകം കരോതി വാചാലം.
ആ വ്യക്തിയെ സംബന്ധിച്ച് മിണ്ടാൻ മേലാത്തയാൾക്ക് മിണ്ടാൻ സാധിച്ചാൽ അതിൽ കൂടുതൽ എന്താ പരമാനന്ദം കിട്ടാനുള്ളത്? നടക്കാൻ മേലാത്തയാൾ നടക്കാൻ സാധിച്ചാൽ അത് പരമാനന്ദം. അപ്പൊ പരമാനന്ദദായകമാണ് ആര്? ഭഗവാൻ. ഭഗവാൻ എപ്പോഴും ആനന്ദ സ്വരൂപനായിട്ടിരിക്കുന്നവനാണ്. ഭഗവാനെ സമീപിക്കുന്നവർക്കും ഏത് തരത്തിലുള്ള പ്രാരാബ്ധം കൊണ്ട് ചെന്നാലും അവരെയൊക്കെ ആത്യന്തികമായിട്ട് അവരെ കർമ്മശുദ്ധി വന്ന് അവരെ പരമാനന്ദത്തിലേക്ക് എത്തിക്കുന്നവനാണ് ഭഗവാൻ. അതുകൊണ്ട് ആ ഭഗവാനെ നമിക്കുന്നു, ഞാൻ വന്ദിക്കുന്നു എന്നാണ് പറയുന്നത്. പരമാനന്ദ സ്വരൂപിയായിരിക്കുന്ന മാധവനെ ഞാനിതാ വന്ദിക്കുന്നു. ഇനി 9ാമത്തെ ശ്ലോകം. എം ബ്രഹ്മാ വരുണേന്ദ്ര രുദ്രം മരുത ശൂന്യന്തി ദിവ്യൈ സവൈ വേദൈ സാംഗ പ്രദക്കമോ ബനിഷതൈർ ഗായന്തിയം സാമക ധ്യാനാവസ്ഥിത തദ്ഗതേന മനസാ പശ്യന്തിയം യോഗിനോ യസ്യാന്തം ന വിധും സുരാസുരഗണ ദേവായ തസ്മൈ നമ. ഏതൊരു ദേവനെ ബ്രഹ്മാവ്, വരുണൻ, ഇന്ദ്രൻ, രുദ്രൻ, മരുത്തുക്കൾ തുടങ്ങിയവർ ദിവ്യങ്ങളായിരിക്കുന്ന സ്തോത്രങ്ങൾ കൊണ്ട് വാഴ്ത്തി സ്തുതിക്കുന്നുവോ, സാമഗായകന്മാർ വേദാംഗങ്ങൾ, പദക്രമങ്ങൾ, ഉപനിഷത്തുകൾ എന്നിവ ചേർന്ന വേദങ്ങൾ കൊണ്ട് യാതൊരു ദേവനെ പാടി പ്രസാദിപ്പിക്കുന്നുവോ, യോഗികൾ ധ്യാനനിഷ്ഠരായിട്ട് ആ ലക്ഷ്യത്തിൽ ഏകാഗ്രതയുടെ ഉറപ്പിച്ച മനസ്സുകൊണ്ട് ആരെ കാണുന്നുവോ, സുരാസുരന്മാരും ഏതൊരു ദേവന്റെ പൂർണ്ണരൂപം അറിയുന്നില്ലയോ, അപ്രകാരം ഇരിക്കുന്ന ദേവനായിക്കൊണ്ട് നമസ്കാരം. ഈ ശ്ലോകം ശരിക്ക് ഭാഗവതത്തിൽ നിന്ന് എടുത്തതാ. യം ബ്രഹ്മാവരുണേന്ദ്ര രുദ്രമരുത ശൂന്യന്തി ദിവ്യൈ സവൈ വേദൈ സാംഗപദക്രമോപനിഷതൈർ ഗായന്തിയം സാമക ധ്യാന അവസ്ഥിത തദ്ഗതേന മനസാ. ഇതാണ് ഏറ്റവും ശ്രേഷ്ഠമായൊരു പദം ഞാൻ കണ്ടത്. നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത് അതനുസരിച്ചുകൊണ്ട് മനസ്സിൻ്റെ ഗതി മാറ്റാൻ സാധിക്കും. ധ്യാന അവസ്ഥിത തദ്ഗതേന മനസ്സ. അപ്പം ഗീതാശാസ്ത്രം ധ്യാനിച്ചാൽ നിങ്ങളുടെ മനസ്സ് ആ ഗീത പോലെ നിർമ്മലമായിരിക്കും, ആനന്ദപ്രദമായിരിക്കും. കലിബാധ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ ഇല്ലാതെയാക്കാൻ സാധിക്കും. കലിബാധ ഇല്ലാതായെങ്കിലേ നിർമ്മലമാവുള്ളൂ. അപ്പം അതുകൊണ്ട് അത് ദേവന്മാരും ബ്രഹ്മാവും ഭഗവാനെ പ്രസാദിപ്പിക്കുന്നത് എന്തുകൊണ്ടാണ്? സാമഗാനത്തിൽ പാടിയിട്ടാണ്. അപ്പോൾ വേദങ്ങളും ഈ ദേവന്മാരും എപ്പോഴും സന്തോഷിച്ച് നടക്കുന്നത് വേറെ ആരുടെ അനുഗ്രഹം കൊണ്ടൊന്നുമല്ല. അവരും അവരുടേതായ രീതിയിൽ ഭഗവാനെ പൂജിക്കുന്നുണ്ടെന്നർത്ഥം. അത് വേദശാസ്ത്രങ്ങളെ കൊണ്ട് സാമഗാനത്തിൽ പാടി പുരുഷസൂക്തമൊക്കെ ജപിച്ചിട്ടാണല്ലോ ഭഗവാനെ പ്രസാദിപ്പിക്കണേ, അല്ലേ? എന്നിട്ട് ഭഗവാൻ ആ സ്തുതി കേട്ടില്ല. ഈ ആത്യന്തികമായിട്ട് ഈശ്വരൻ്റെ സ്വഭാവം നമുക്കും. നമ്മളെ ആരെങ്കിലും പാടി പുകഴ്ത്തിയാൽ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്തും ചെയ്യും. നമ്മുടെ സ്വഭാവം അതുപോലെയാണ്. എൻ്റെ സ്വഭാവമല്ല. നിങ്ങൾ എന്നെ തിരിഞ്ഞു കുത്തിയാൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടൊന്നും ചെയ്യില്ല. അല്ലേ? ഭഗവാന്റെ ഈശ്വരന്മാരുടെ സ്വഭാവം നമുക്ക് ആത്യന്തികമായിട്ട് കിട്ടിയേക്കണേ. സ്തുതിപാഠകന്മാരുണ്ടെങ്കിൽ നമ്മൾ ആർക്കെങ്കിലും വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്തു കൊടുക്കും. അപ്പോൾ ദേവന്മാരും വരുണൻ, ബ്രഹ്മാവ് എന്ന് വേണ്ട ഈ ദേവഗണങ്ങളൊക്കെ കൂടെ പോയിട്ട് പാലാഴി തീരത്ത് പോയിട്ട് പുരുഷസൂത്രം, വേദസൂത്രവും ഉപനിഷത്തും ഒക്കെ പാടി സാമഗാനത്തിൽ എന്ന് പറഞ്ഞാൽ ഭാവരാഗ താളം ശ്രുതി താളങ്ങളൊക്കെ തെറ്റാതെ കൃത്യമായിട്ട് അത് ചെയ്തപ്പോഴാണ് ഭഗവാൻ അവിടെ പ്രസാദിച്ചത് എന്നർത്ഥം. അത് ചെയ്യുന്നത് സുരനായിരുന്നാലും അസുരനായിരുന്നാലും ഭഗവാന് ഭാവ വ്യത്യാസമൊന്നുമില്ല. നിങ്ങൾ ഭക്ഷണം കഴിച്ചാൽ ദഹിപ്പിക്കുന്നത് വെജിറ്റേറിയൻ ആണോ നോൺ വെജിറ്റേറിയൻ ആണോ നോക്കിയിട്ടാണോ? ഭഗവാന് വെജിറ്റേറിയൻ മാത്രമേ നേദിക്കാവുള്ളൂ എന്ന് ആരാ തീരുമാനിച്ചേ? നോൺ വെജിറ്റേറിയനുമായും നേദിക്കുന്നവരില്ലേ? അത് ഭഗവാൻ വേണ്ടാന്ന് പറയാറുണ്ടോ? ഈ രണ്ടും കഴിക്കാറില്ല. അതാണ് രസം. ഭഗവാൻ അവിടെ കൊണ്ടുവച്ചിട്ട് എടുത്തോണ്ട് വന്ന് കഴിക്കുന്ന ആരാ? ഇവിടെയാണ് നമ്മൾ താത്വികമായിട്ട് ചില കാര്യങ്ങൾ മനസ്സിലാക്കണം എന്നറിയാം. ആത്മാവിന് ഈ ഭക്ഷണമൊന്നും വേണ്ട. പിന്നെ ഭഗവാന്റെ ശക്തി നമ്മുടെ ശരീരത്തെ ജഡരാഗ്നിയായിട്ട് പ്രവർത്തിച്ച് അത് ദഹിപ്പിക്കുമ്പം നിങ്ങൾ കഴിച്ച നോൺ വെജിറ്റേറിയൻ ആണോ വെജിറ്റേറിയൻ ആണോ നോക്കിയിട്ടാണോ ദഹിപ്പിക്കുക? എന്ത് കഴിച്ചാലും വേണ്ടില്ല, അടിച്ച് നുറുക്കി അതിൻ്റെ സത്യനാശം വരുത്തി വേണ്ടത് മാത്രം കാമധേനുവിനെ പോലെ എടുത്തിട്ട് ബാക്കിയുള്ളത് തള്ളിക്കളയും. അവിടെ പരമഹംസനാണ് ഭഗവാൻ, ഇല്ലേ? വേണ്ടത് പാലും വെള്ളവും കൂടെ വെച്ചാൽ നമ്മളിപ്പോൾ ഹംസത്തെ അന്വേഷിച്ച് നടക്കുക.
എവിടെ ഹംസം? ഹംസം ഇല്ലേ? പാലും വെള്ളവും കൂടെ വെച്ച് കഴിഞ്ഞാൽ പാല് മാത്രം എടുത്ത് കുടിക്കുന്ന ഹംസം എവിടെയാന്ന് അന്വേഷിച്ച് കിടക്കുക. നമ്മുടെ ഉള്ളിൽ തന്നെ ഹംസമായിട്ട് ഭഗവാൻ പ്രവർത്തിക്കുന്നുണ്ട് ഇല്ലേ? പാലും വെള്ളം കുടിച്ചാൽ അതിൽ വേണ്ടത് പാല് മാത്രം എടുത്തിട്ട് ബാക്കി വെള്ളം മൂത്രമായിട്ട് കളയുന്നില്ലേ? ആരാ കളയണത്? നിങ്ങൾ വെജിറ്റേറിയൻ കഴിച്ചാലും നോൺ വെജിറ്റേറിയൻ കഴിച്ചാലും ഒക്കെ നിർത്തിയിട്ട് ജഡരാഗ്നായിട്ട് അവിടെ പ്രവർത്തിച്ചിട്ട് നിങ്ങൾക്ക് വേണ്ടത് സ്വീകരിച്ചിട്ട് ബാക്കിയൊക്കെ പറഞ്ഞോളൂ. എല്ലാം എടുത്തു വെക്കൊന്നുമില്ല. നമ്മുടെ കുട്ടി എന്ത് കിട്ടിയാലും വേണ്ടില്ല എടുത്തു വെക്കും, എൻ്റെ എന്ന് പറഞ്ഞിട്ട്. കളയാനുള്ളത് പോലും ആർക്കും കൊടുക്കൂല. ഞാൻ പറയും എന്തെങ്കിലും കൊണ്ടുപോയിട്ട് കളയാനെങ്കിലും കൊണ്ടുപോകും, ഇവിടുന്ന് എടുത്തോണ്ട് പോകും. കൊണ്ടുപോയിട്ട് കളഞ്ഞോളൂ നിങ്ങൾ, എന്നാലും വേണ്ടില്ല. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മളെങ്ങനെ ഇങ്ങനെയൊക്കെ ചിന്തിച്ചെടുക്കണം. എങ്ങനെയാ? ധ്യാനാവസ്ഥിത തദ്ഗതേന മനസ്സ്. നമ്മൾ ഏത് വിഷയത്തിലാണെങ്കിലും ഏത് തരത്തിൽ ചിന്തിക്കുന്നോ ആ ചിന്തയായിരിക്കും നമ്മുടെ ഗതി മാറ്റുന്നത്. മനസ്സിലായില്ലേ? നമ്മൾ ഈ ശാസ്ത്രങ്ങളൊക്കെ ഇല്ലെങ്കിൽ പുസ്തകങ്ങളിലൊക്കെ പലതും എഴുതി വച്ചിട്ടുണ്ട്. വാക്യാർത്ഥങ്ങളല്ല പ്രാക്ടിക്കൽ നമ്മുടെ അനുഭവം. അതാണ് ഗഹനമാണ് കർമ്മത്തിൻ്റെ ഗതി എന്ന് പറയുന്നത്. പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്ന നിങ്ങൾ ഇതുപോലെ തന്നെ ചെയ്താൽ നിങ്ങൾക്ക് അതേപോലെ തന്നെ അനുഭവം ഉണ്ടാകുന്ന മനസ്സിന്റെ ഗതി വ്യത്യസ്തമാണ് ഓരോരുത്തരുടെയും ഇല്ലേ? ഭഗവാൻ തന്നെ ദേവകി വസുദേവരോട് പറഞ്ഞല്ലോ, ശ്രീകൃഷ്ണ ജന്മം കൊടുക്കുമ്പോൾ തന്നെ ദിവ്യ ദർശനം കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങൾ 3 ജന്മം ആയില്ലേ ഈ എന്നെ പുത്രനായിട്ട് ജനിക്കണം എന്ന് പറഞ്ഞ് ഞാൻ എല്ലാ പ്രാവശ്യവും നിങ്ങളുടെ കാര്യം സാധിപ്പിച്ചിട്ടു, എന്നിട്ട് നിങ്ങൾ മോക്ഷമാർഗത്തിലേക്ക് എത്തുന്നില്ല. ഗതി മാറിയാണ്. എന്താ ഇപ്പൊ ചെയ്യുക? ഈ ജന്മത്തിലെങ്കിലും നിങ്ങൾ എന്നെ പുത്രഭാവത്തിൽ കാണാതിരിക്കും. പിന്നെയും പുത്രഭാവത്തിൽ. ഈ ദേഹബോധമുള്ളിടത്തോളം കാലം ചില പിടുത്തം നമ്മളെ വിടില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അതുകൊണ്ട് അത് ബ്രഹ്മാവായിക്കോട്ടെ വരുണനായിക്കോട്ടെ ഇവരെല്ലാവരും കൂടെ പോയി പ്രാർത്ഥിച്ചിട്ട് നിങ്ങളും അംശാവതാരങ്ങളായിട്ട് എന്നെ സഹായിക്കാൻ വരണം എന്നൊക്കെ പറഞ്ഞു വിട്ടത്. അവിടുന്ന് കാര്യങ്ങളൊക്കെ മഹത്തായിട്ട് പദക്രമം അനുസരിച്ച് തീരുമാനിച്ച പ്രീപ്ലാൻ ചെയ്താ ഭഗവാൻ വന്ന് ജനിച്ചത്. എന്നിട്ടും ഈ ബ്രഹ്മാവും ഈ എന്താ പറയണേ ഇന്ദ്രനും ഒക്കെ ഭഗവാൻ ശ്രീകൃഷ്ണനായിട്ട് ബാലലീല ആടുമ്പോൾ പരീക്ഷിക്കാൻ പോയിക്കൊള്ളു. ഇതാണ് ധ്യാനാവസ്ഥിത ഗതേന മനസ്സ. ഒരു കാര്യം നടക്കുമ്പോഴേ അന്നേരം അതിൻ്റെ ശ്രേഷ്ഠത കുറെ കഴിയുമ്പം അത് സ്ലിപ്പായി പോകും. എന്നിട്ട് പിന്നെ അതിൻ്റെ ചിന്ത മാറും, എന്നിട്ട് അതിൻ്റെ കണ്ടെത്തൽ മാറും, പിന്നെ ഓരോന്ന് ചെയ്ത് അതനുസരിച്ചുകൊണ്ട് ഗതി മാറും. അവസാനം കിട്ടാനുള്ള കിട്ടിക്കഴിഞ്ഞപ്പം ഇത് നമ്മൾ ഉദ്ദേശിച്ച പോലെ ആളല്ല കേട്ടോ. എന്നിട്ട് സാഷ്ടാംഗം നമസ്കരിക്കലും സ്തുതിക്കലും എന്തൊക്കെയാണ്. ഈ ദൈവാധീനമുള്ളവർക്ക് ഇങ്ങനെ ഒരു ചില അബദ്ധം പറ്റിയാലും വേണ്ടില്ല, അവർ പെട്ടെന്ന് തിരിച്ചു വരും. അങ്ങനെ ഒരു ഗുണമുണ്ട്. നമുക്കും അതെ, ചിലപ്പം ഒരു തോന്നലിന് എന്തെങ്കിലുമൊക്കെ ചെയ്താലും വേണ്ടില്ല, ദൈവാധീനം ഉണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മൾ യഥാർത്ഥ റൂട്ടിലേക്ക് തിരിച്ചു വരും. അത് ചെയ്ത് തെറ്റാന്നുള്ള ബോധമെങ്കിലും വരും. അവിടെയാണ് ദൈവാധീനത്തിൻ്റെ ശ്രേഷ്ഠത. അങ്ങനെ ഒരു ഗതിയിലേക്ക് എത്തും ഈ ഗീതാശാസ്ത്രം ശരിക്ക് ഗാനം ചെയ്താൽ. അത് സാമഗാനത്തിൽ, അതായത് പദക്രമം അനുസരിച്ചുകൊണ്ട് നമ്മൾ ചില പദങ്ങളൊക്കെ അതിൻ്റെ ഉച്ചാരണം ഇല്ലെങ്കിൽ അതിൻ്റെ ദീർഘം മുറിക്കേണ്ട അടുത്ത് മുറിക്കാതെയൊക്കെ ചെല്ലുക എന്ന കുഴപ്പമെന്ന് ചോദിച്ചാൽ അതിൻ്റെ അർത്ഥം മാറിപ്പോകും. അതുകൊണ്ടാണ് അത് കൃത്യമായിട്ട് ചൊല്ലണം എന്ന് പറയുന്നത്. അതാണ് ശരിക്കും യസ്യാന്തം ന വിധും സുരാസുരങ്ങണ. ഇത് വേണ്ട വിധത്തിൽ സമഗാനം ചെയ്ത് ശീലിക്കുന്നവർ സുരനായിരുന്നാലും വേണ്ട അസുരനായിരുന്നു വേണ്ടില്ല, ദൈവായ തസ്മൈ എന്ന് പറഞ്ഞത്. അപ്പം നമുക്ക് മനുഷ്യജന്മം കിട്ടിയിരിക്കുന്നതിൽ ദൈവാധീനം കൊണ്ട് 3 ഓപ്ഷനുണ്ട്. മനസ്സിലായില്ലേ? ഈ ഗീതാശാസ്ത്രം ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് 3 തരത്തിൽ ഇതിനെ ഗതി മാറ്റാം. നമുക്ക് ഓപ്ഷൻ തുറന്നു തന്നിരിക്കാം, സ്വാതന്ത്ര്യം തന്നിരിക്കാം. ഒന്ന്, ഇത് പഠിച്ചാൽ നിങ്ങൾക്ക് ഒരു ശ്ലോകമെങ്കിലും ദിവസവും പാരായണം ചെയ്താൽ, അത് ഉപാസിച്ചാൽ ഈ മനുഷ്യജന്മത്തിൽ തന്നെ നിൽക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ മന്വന്തരം മുഴുവൻ, മന്വന്തരം എന്ന് പറയുന്നത് എന്താ? 14 മന്വന്തരങ്ങളാണ്. ഒരു മന്വന്തരം എന്നല്ല, എല്ലാ മന്വന്തരത്തിലും മനുഷ്യനായിട്ട് ജനിക്കും. ഇനിയല്ല അതിനെ അപ്ഗ്രേഡ് ചെയ്താലോ, പോഷിപ്പിച്ചാലോ ദേവഗണത്തിലേക്ക് വിടും, ദേവന്മാരായിട്ട് ജനിക്കാം. ഇനി അതിനെ ആ ദേവന്മാരുമായിട്ടും വേണ്ട, അതിനെ കുറച്ചുകൂടെ ഉയർത്തിക്കൊണ്ടുവരണമെങ്കിലോ ആ സത്വഗുണത്തെ കൂടെ ഉപേക്ഷിക്കണം. അപ്പോഴാണ്
ബ്രഹ്മത്തിലേക്ക് പോയി ചേരും. സത്വഗുണത്തിൽ ഉറച്ചു നിന്നാൽ ദേവന്മാരായിട്ട് പോകും. ഇല്ലെങ്കിൽ ചിലപ്പോൾ അപ്സരസായിട്ടോ ഗന്ധർവനായിട്ടോ ഇങ്ങനെയൊക്കെ ചിലപ്പം ഗതി മാറും. അപ്പം അതനുസരിച്ചുകൊണ്ട് നമുക്ക് ഉപയോഗിക്കാമെന്നർത്ഥം. അതായത് ഊർധ്വം ഗച്ഛന്തി സത്വത്ത എന്ന് പറഞ്ഞാൽ ഈ സത്വഗുണത്തെ ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് ജീവിതത്തിൽ ഉയർച്ചയെ ഉണ്ടാകൂ. അധപ്പതനം ഉണ്ടാകുന്ന പ്രശ്നമില്ല. അത് ഉയർച്ച പോയി 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 ദേവഗണങ്ങളിലും പെട്ടിട്ട് അതിനും അപ്പുറത്തും ക്രോസ് ചെയ്ത് ബ്രഹ്മത്തിലേക്ക് ലയിക്കുന്ന വരെ ഈ സത്വഗുണം നിങ്ങളെ വിടാതിരുന്നാൽ ഉയർച്ചയിലേക്ക് പോകും. രജോ ഗുണത്തിൽ പിടിച്ചു നിന്നാലോ മനുഷ്യനായിട്ട് തന്നെ വന്നുകൊണ്ടിരിക്കും. ഇനി തമോ ഗുണത്തിലാണെങ്കിലോ അതപ്പതിക്കും. 2 കാലമുള്ളത് ഇപ്പം 4 കാലമായിട്ടൊക്കെ ആയിട്ട് നടക്കേണ്ടി വരും ചിലപ്പോൾ. ഇതൊക്കെയാണ് അതപ്പതിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ അതപ്പതിക്കാതിരിക്കുക, തൽസ്ഥിതി നിലനിർത്തുക. ആദ്യത്തെ ഓപ്ഷൻ അതായിരിക്കണം. ഈ കിട്ടിയ ശ്രേഷ്ഠമായ മനുഷ്യജന്മം ദിവ്യമായ ജന്മമാണ്, അതൊരിക്കലും നശിപ്പിക്കാതിരിക്കാൻ ശ്രമിക്കുക, അത് പ്രതിജ്ഞ ചെയ്യുക, അത് ആദ്യം നിലനിർത്തുക. 2 കാല് നൽകിയിട്ടുണ്ട്, 1 കാലൊന്ന് ഉറപ്പിക്കുക, എന്നിട്ട് അടുത്ത കാലെടുത്ത് വെച്ചാൽ മതി എന്ന് ഞാൻ പറയാം. ഇല്ലെങ്കിൽ ചിലപ്പോൾ അതപ്പതിക്കും. അതിനിടെ വരുന്ന മനുഷ്യജന്മം കിട്ടിയിട്ട് മൃഗങ്ങളെ കൊന്നു തിന്ന് മൃഗങ്ങളുടെ സ്വഭാവം കാണിച്ച് നടന്നാൽ മൃഗമായി പോവും. 2 തരത്തിലാണ്. മൃഗങ്ങളെ കൂടുതൽ സ്നേഹിച്ചാലും മൃഗമായി മാറും, മൃഗങ്ങളെ ഉപദ്രവിച്ചാലും മൃഗമായി മാറും. കർമ്മത്തിന്റെ ഗതി ഗഹന എന്ന് പറയണ അതാ. നമ്മൾ എന്നാ ഇതിനെ കൊന്നേക്കാന്ന് ഉദ്ദേശിച്ചുകൊണ്ട് കൊന്നാലും കൂടുതൽ പീഡിപ്പിച്ചാൽ അത് ഉദ്ദേശ ലക്ഷ്യം നോക്കും, നിങ്ങളുടെ മനസ്സ് എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യണേ എന്നുള്ളത്. അപ്പം അത് ലിമിറ്റ് കൂടുതൽ പീഡിപ്പിച്ചാലോ, അല്ലെ കൊന്നാ പാവം തിന്നാ തീരുന്നൊക്കെ നമ്മുടെ ന്യായീകരണ. ഭഗവാന്റെ ന്യായീകരണം അതൊന്നുമില്ല. മനസ്സിലായില്ലേ? പിന്നെ നിങ്ങളെയും കൊന്നു തിന്നും അതേപോലെ. പാപം തീരുന്ന അങ്ങനെയാ. മനസ്സിലായില്ലേ? കൊന്നാ പാപം തിന്നാ തീരുന്നു പറഞ്ഞുകൊണ്ട് നിങ്ങൾ കാണുന്നതിനെയൊക്കെ കൊന്നു തിന്നാലേ പിന്നെ നിങ്ങളെ ആരെങ്കിലും കൊന്നു തിന്നും, അവരുടെ പാപം തീരുമല്ലോ. ഇതാണ് താൻ ചെയ്യുന്ന കർമ്മങ്ങൾ അതേപടി തിരിച്ചു വരും എന്നർത്ഥം. യാതൊരു സംശയമില്ല കാര്യത്തിൽ. അപ്പം അതുകൊണ്ട് ഇതാണ് 9 ശ്ലോകങ്ങൾ. അപ്പോൾ 9 ശ്ലോകങ്ങൾ വ്യാഖ്യാനിക്കാനും എടുത്തു ഏകദേശം 1 മണിക്കൂർ 1.5 മണിക്കൂർ എടുത്തു. ഇനി നമുക്ക് ഗീതാശാസ്ത്രത്തിലേക്ക് നാളെ കടക്കാം. ഇന്ന് ഗീതാധ്യാനം, ഇന്നലെ മഹാത്മ്യം വായിച്ചിട്ട് അല്ലെ മഹാത്മ്യം പഠിച്ചിട്ട് ചൊല്ലാത്തവർ വേണമെങ്കിൽ ചൊല്ലാം. ഗീതാധ്യാനം എല്ലാവരും പഠിച്ചിട്ടെന്ന് വിചാരിക്കണു. ഇനി ആരെങ്കിലും തെറ്റിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ചൊല്ലി കേൾപ്പിച്ചോളൂ. അങ്ങനെ ഏതായാലും ആ ധ്യാനം നമുക്ക് ക്ലാസ് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഇനി ഒരു 1/2 മണിക്കൂർ നേരം നിങ്ങളുടെ ഓപ്ഷൻ വിട്ടേക്കാം. പാരായണം ചെയ്ത് കേൾപ്പിക്കേണ്ടവർക്ക് കേൾക്കാം, സംശയം എന്തെങ്കിലും ചോദിക്കാം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ തുടക്കം ക്ലാസ് തുടങ്ങിയ പോലെ തന്നെ എല്ലാവരും ഒന്ന് നിവർന്നിരിക്കൂ, നട്ടല് നിവർത്തിയിരിക്കൂ, ചിന്മുദ്രയിൽ ഇരിക്കുക, കണ്ണുകൾ അടയ്ക്കുക. ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊന്ന് റീകളക്ട് ചെയ്താൽ ആ ഭ്രൂമധ്യത്തിൽ മാത്രം ചിന്തിക്കുക. അതേപ്പറ്റി റേഞ്ച് വിട്ട് പുറത്തു പോകാതെ ഭ്രൂമധ്യത്തിൽ മാത്രം തൻ്റെ മനസ്സിൻ്റെ ശക്തി കേന്ദ്രീകരിച്ച് നിലനിർത്തുക. കണ്ണുകൾ അടച്ചിരിക്കുക, ബാക്കി ചിന്തകളൊക്കെ ഉപേക്ഷിക്കുക. കൈകൾ തൊഴുതു പിടിക്കുക. വിശുദ്ധി ചക്രത്തിൽ പെരുവിരൽ രണ്ടും തൊട്ട് നിൽക്കുന്ന രീതിയിൽ തൊഴുതു പിടിക്കുക. പഞ്ചപ്രണവം
ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാൽ പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരുവേ നമഃ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം ശാന്തി ശാന്തി ശാന്തി. ഇനി പുണ്ടരീക ഭാവത്തിൽ നാരായണ വയ്ക്കാം 3 പ്രാവശ്യം. നാരായണ 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 നാരായണ. കൈകൾ രണ്ടും പുറകെ കെട്ടുക. തല കുമ്പിട്ട് ഒരു പ്രണാമം. കർപ്പണ്യദോഷോപഗത സ്വഭാവക പൃച്ഛാമിത്താം ധർമ്മസുമൂഢചേത യശ്രേയസ്യാ നിശ്ചിതം ബ്രൂഹിതന്മേ ശിഷ്യസ്തേഹം ശാതിമാം താം പ്രപന്നം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഗുരുപ്രണാമം. ശ്വാസം എടുത്തുകൊണ്ട് നിവർന്നിരിക്കുക. കൈകൾ രണ്ടും കൂട്ടിത്തിരുമ്മ. ആ ചൂട് കൈകൾ കമഴ്ത്തി വെച്ച് കണ്ണുകൾ നേരിട്ട് തുടരുത്. അത് പതുക്കെ പതുക്കെ ശരീരം മുഴുവൻ തലോടിക്കൊണ്ട് പതുക്കെ പതുക്കെ കണ്ണുകൾ തുറക്കുക.